الحمد لله رب العالمين الحمد لله على جميع نعمائه وآله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله سيدنا محمد صاحب المقام المحمود صلاة وسلاما دائمين متلازمين إلى أبد الآبدين وعلى آله وأصحابه وأتباعه الأخيار إلى يوم الدين فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إن حكيم وعصمني وإياكم برحمته من الشيطان الرجيم ബഹുമാന്യരായ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരുടെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ കളിയിലും തമാശയിലും പറ്റിപ്പോയ എല്ലാ തെറ്റുകളും നമുക്ക് ഓർമ്മയുള്ളതും മറന്നുപോയതുമായ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയം ശരീരവും എല്ലാം ശുദ്ധിയാക്കി തരട്ടെ. നമ്മിലെ മോശപ്പെട്ട സ്വഭാവങ്ങൾ അല്ലാഹു നീക്കി തരട്ടെ. നമ്മുടെ പെരുമാറ്റവും സ്വഭാവവും അല്ലാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന ആ ഒരു തരത്തിലേക്ക് അല്ലാഹു മാറ്റി തരട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. മരിച്ചുപോയ ഒരുപാട് ആളുകൾ അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകളുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ ഖൈറായ ജോലി അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കച്ചവടങ്ങളിലും ജോലിയിലുമൊക്കെ അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും തരട്ടെ. നാളെ മരിച്ച് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അല്ലാഹുവിനെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന ജന്നത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറ യാസീനിലെ 71-ാമത്തെ ആയത്ത് മുതൽ 76 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു 2 ക്ലാസ് കൂടെ നമുക്ക് യാസീൻ സൂറ തഫ്സീർ അവസാനിപ്പിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ട്. റമളാനിന്റെ മുമ്പായിട്ട്
റമദാനിന്റെ മുമ്പ് തീർക്കണമെങ്കിൽ ഇപ്പോൾ റമദാന്റെ തൊട്ട് മുമ്പുള്ള ആഴ്ച അഹ്ലൻ റമദാൻ പരിപാടിയാണല്ലേ. അപ്പൊ നമുക്ക് 2 ആഴ്ചയേ ഉള്ളൂ. ഇപ്പോൾ തഫ്സീർ തീർന്നില്ല എന്ന് വരും. നമുക്ക് പിന്നെ ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞതിന്റെ ശേഷം ബാക്കി പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സൂറയുടെ അവസാന ഭാഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ അല്ലാഹു ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. അവലം യറൗ അന്നാ ഖലഖനാ ലഹും, അവര് കാണുന്നില്ലയോ, അന്നാ ഖലഖനാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമ, നാമാണ് ഖലഖനാ ലഹും അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തത്, മിമ്മാ അമിലത് ഐദീന, നമ്മുടെ കരം കൊണ്ട്, നമ്മുടെ ശക്തി കൊണ്ട് എന്നർത്ഥം. നമ്മുടെ ശക്തി കൊണ്ട് നാമാണ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. എന്ത്? അൻആമൻ, കന്നുകാലി മൃഗങ്ങൾക്ക് പറയുന്ന പേരാണ് അൻആം എന്നത്. ആട്, മാട്, ഒട്ടകം. ഇവയെ നാം അവർക്ക് പ്രത്യേകമായി ഉണ്ടാക്കി കൊടുത്തതാണെന്ന് അവർ കാണുന്നില്ലേ? ഫഹും ലഹാ മാലികൂൻ, അവരതിനെ ഉടമപ്പെടുത്തുകയും ചെയ്യുന്നുവല്ലോ. അവർക്ക് മിൽക്കാക്കി പറ്റുന്ന രീതിയിൽ. വന്യമൃഗങ്ങളെ പോലെയല്ല. വന്യമൃഗങ്ങളെ കൂട് തുറന്നു വിട്ടാൽ പിന്നെ അപകടം ചെയ്തേക്കും. ഇവകൾ അങ്ങനെയല്ല. നിങ്ങൾക്കതിനെ ചെയിൻ ചെയ്യാം, നിങ്ങൾക്കതിനെ വളർത്തുമൃഗങ്ങളാക്കി ആശ്വാസത്തോടെ കൊണ്ടു നടന്ന് നിങ്ങൾക്ക് ഉടമപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് പശുക്കളും ആടുകളും ഒട്ടകങ്ങളും ഒക്കെ പടച്ചു തന്നത് ഞാൻ എന്റെ കഴിവ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തന്നതാണെന്ന് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? അല്ലാഹു ചോദിക്കാം. വദല്ലൽനാഹാ ലഹും, ഈ ജീവജാലങ്ങളെ നിങ്ങൾ മാംസത്തിനും ഭക്ഷണത്തിനും പാലിനും വാഹനം കയറാനും ഒക്കെ ഉപയോഗിക്കുന്ന ഈ മൃഗങ്ങൾ, ലഹും, നിങ്ങൾക്ക് ഇവയെ ഞാൻ ഒതുക്കി തന്നിരിക്കുകയാണ്. തദ്ലീൽ ചെയ്തതിൽ നിങ്ങൾ പറയുന്ന പോലെ അവകൾ കേൾക്കും. ഫമിൻഹാ റകൂബുഹും, അവയിൽ നിന്ന് നിങ്ങൾ വാഹനം കയറുന്നുണ്ട്. വാഹനമായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവയുണ്ട് ഒട്ടകം. വമിൻഹാ യഅ്കുലൂൻ, അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്. ഇവയുടെ മാംസങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാനും പറ്റും. വലഹും ഫീഹാ മനാഫിഉ വമശാരിബു, വേറെയും ഒരുപാട് ഉപകാരങ്ങളും കുടിക്കാനുള്ളതും നിങ്ങൾക്ക് ഈ മൃഗങ്ങളിലുണ്ടല്ലോ. അഫലാ യശ്കുറൂൻ, അവർ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നില്ലല്ലോ. അവരെന്താ നന്ദി ചെയ്യാത്തത് എന്ന് അല്ലാഹു ചോദിക്കുന്നു. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹ, അല്ലാഹുവിനെ മാറ്റിവെച്ച് വേറെ ദൈവങ്ങളെ അവർ ഉണ്ടാക്കി ആരാധിക്കുകയാണല്ലോ. ലഅല്ലഹും യൻസുറൂൻ, ഈ ദൈവങ്ങളൊക്കെ അവരെ യുൻസറൂൻ, ഈ ദൈവങ്ങളാൽ ഇവർ സഹായിക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കളെ അവര് ദൈവങ്ങളായി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. ലാ യസ്തതിഊന നസ്റഹും, ഈ ബിംബങ്ങൾക്കൊന്നുമേ അവരെ സഹായിക്കാൻ സാധ്യമല്ല. വഹും ലഹും ജുൻദുൻ മുഹ്ദറൂൻ, ഈ ബിംബങ്ങൾ അവരോടൊപ്പം അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ ഹാജരാക്കപ്പെടുന്നവയാണ്. വിചാരണക്ക് കൊണ്ടുവരുമ്പോ ഈ മറ്റു ദൈവങ്ങളെ ആരാധിച്ചവരും ആരാധിക്കപ്പെട്ട ഈ ദൈവങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് കൊണ്ടുവരപ്പെടുന്നവരാണ്. ഫലാ യഹ്സുൻക ഖൗലുഹും, നബിയെ അങ്ങയെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ അവർ പറയുന്നത് കേട്ട് അങ്ങ് സങ്കടപ്പെടരുത് നബിയെ. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു, നാം അറിയുന്നുണ്ട്, മാ യുസിറൂന, അവരെന്താണ് സ്വകാര്യമായി പറയുന്നതെന്ന്, വമാ യുഅ്ലിനൂൻ, അവരെന്താണ് പരസ്യമായി പറയുന്നത്, പരസ്യമായി ചെയ്യുന്നത്, രഹസ്യമായി ചെയ്യുന്നത്, ഇതൊക്കെ നാം അറിയുന്നുണ്ട് നബിയെ, അങ്ങ് വിഷമിക്കരുത്. ഖുർആൻ ഓതുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം 76-ാമത്തെ ഈ ആയത്ത് ഫലാ യഹ്സുൻക ഖൗലുഹും, അവിടെ എത്തിക്കഴിഞ്ഞാൽ നിർത്തൽ നിർബന്ധമാണ്.
വഖഫ് ലാസിം എന്നറിയിക്കുന്ന ഒരു മീം അതിന്റെ മേലെ കാണും. ഈ തരത്തിൽ ഉള്ള മീം, 2 മീമുണ്ട്. മിൻ ബഅദി, അവിടെ ഒരു മീം ഉണ്ടാവും. അത് മിൻ ബഅദി എന്നല്ല, മിൻ ബഅദി എന്ന് ചേർത്തി ഓതണം എന്നറിയിക്കാനുള്ള അവിടെ തജ്വീദിന്റെ നിയമം പഠിപ്പിക്കുന്ന ഒരു മീം. ഈ ഖൗലുഹും എന്നതിന്റെ മീതെഴുതിയ ആ സ്റ്റൈലിലെ മീം കണ്ടാൽ എവിടെ കണ്ടാലും നിർത്തൽ നിർബന്ധമാണ്. വ്യാസിടുമ്പോ അറിയാതെങ്കിലും ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു, അത് തെറ്റാണ്, ഓതരുത്. ഫലാ യഹ്സുൻക ഖൗലുഹും, നിർത്തുക, ശ്വാസം വിടാണ് ശ്വാസം വിടുക, ചുമക്കാനൊക്കെ ചുമക്കുക. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അങ്ങനെ ഓതാവും. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. നിങ്ങൾ അവരുടെ വാക്ക് കേട്ട് സങ്കടപ്പെടരുത് നബിയേ. നിർത്തി. ഇന്നാ നഅലമു, നമുക്കറിയാം, മാ യുസിറൂന, അവര് രഹസ്യമായി ചെയ്യുന്നതും, വമാ യുഅ്ലിനൂൻ, അവര് പരസ്യമായി ചെയ്യുന്നതും നാം അറിയുന്നുണ്ട് നബിയേ. ചേർത്തോടി എന്ത് സംഭവിക്കും? അവർ രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും നാം അറിയുന്നുണ്ട് എന്ന് അവർ പറയുന്നത് കേട്ട് നിങ്ങൾ സങ്കടപ്പെടരുത്. അങ്ങനെയല്ല അർത്ഥം, അവരൊക്കെ പറയുന്നതല്ല. ഫലാ യഹ്സുൻക ഖൗലുഹും, അതൊരു വിഷയമാണ്. ഇന്നാ നഅലമു, അത് വേറെ വിഷയമാണ്. അതുകൊണ്ട് അവിടെ മീം കൊടുത്തിട്ടുണ്ട്. അത് സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഓത്. യാസീൻ ഓതുമ്പോ അടുത്തുമ്പോ നിർത്തുക. കൂട്ടത്തിലൊക്കെ ഓതുമ്പോൾ അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഓതി പോവാറുണ്ട്. ചിലപ്പോൾ ഓതി കൊടുക്കുന്ന ഉസ്താദന്മാരും ചിലപ്പോൾ മറന്നു വരും, ഓർമ്മയില്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക, ഓർമ്മിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അർത്ഥം തെറ്റിപ്പോവും, അതിന്റെ ആശയത്തിന് അർത്ഥവ്യത്യാസം വരും. അതിനാണ് നൃത്തം എന്ന് പറയുന്നത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആലമുൽ ഹയവാനാത്തിനെ സംബന്ധിച്ച് പറയാം. മനുഷ്യന് അല്ലാഹു കീഴ്പ്പെടുത്തി തന്ന മൃഗങ്ങളിലെ അത്ഭുതങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അവലം യറൗ, അവർ കാണുന്നില്ലേ, കണ്ണുകൊണ്ട് കാണുന്നില്ലേ എന്നർത്ഥമുണ്ട് അതിന്. യറൗ ബിബസീറത്തിൽ ഖൽബ്, ഹൃദയത്തിന്റെ ഉൾക്കാഴ്ച കൊണ്ട് നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നില്ലേ. അന്നാ ഖലഖ്നാ ലഹും, നിങ്ങൾക്ക് നാമാണല്ലോ സൃഷ്ടിച്ചു തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ വഅൻസൽനൽ ഹദീദ, നിങ്ങൾക്ക് ഞാൻ ഇരുമ്പ് ഇറക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ, അല്ലാഹു തആല ഇറക്കി തന്ന് എന്ന് പറഞ്ഞ ആ ഒരു ശൈലിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഅൻസൽന, നിങ്ങൾക്ക് അൻആമൻ, ആടുമാടുകളെ നാം ഇറക്കി തന്നുവല്ലോ എന്ന് പറയുന്ന പരാമർശം മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെയും ഹവ്വാ ബീവിയുടെയും സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്ന അതിനോട് ചേർത്ത് ഒന്നിലേറെ സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നാം ഇറക്കി തന്നല്ലോ. മനുഷ്യരെ അള്ളാഹു ആദം നബി ആകാശത്ത് നിന്ന് അല്ലെങ്കിൽ സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയതുപോലെ എന്ന് തോന്നിപ്പിക്കുന്ന പരാമർശമുണ്ട്. ഉലമാ അതിനെ സംബന്ധിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ അൻആം പ്രത്യേകമായി മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജീവികളാണ്. ആട്, മാട്, ഒട്ടകങ്ങൾ. മനുഷ്യൻ മാംസബുക്കാണ്, സസ്യബുക്കാണ്, രണ്ടുമാണ്. മനുഷ്യന് മാംസം ഭക്ഷിക്കാനുള്ള ആ രീതിയിൽ അള്ളാഹു മനുഷ്യന്റെ വായ, പല്ലുകൾ അള്ളാഹു സജ്ജീകരിച്ചു. പിന്നെ ഈ മാംസം ഭക്ഷിക്കാനും പാല് കുടിക്കാനും അവയുടെ തൊലി കൊണ്ട് ഉപകാരമെടുക്കാനും രോമങ്ങൾ എടുത്തിട്ട് വസ്ത്രങ്ങൾ നെയ്യാനും തുടങ്ങി കൃഷിയിൽ ഉപയോഗിക്കാനും കൃഷിയിൽ സഹായിക്കുവാനും ചുമടുകൾ വഹിക്കാനും ഒക്കെ ഒരുപാട് ഉപകാരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഈ അൻആമിനെ പടച്ചുവല്ലോ. നഅമ എന്ന അൻആം, നഅം ശരിക്കത് അനുഗ്രഹം എന്ന നിഅമയിൽ നിന്നുള്ളതാണെന്ന് അവിടെ പറയാം. കാരണം നിഅമത്ത് എന്ന് പറഞ്ഞ അനുഗ്രഹം എന്നാണ്. മൃഗങ്ങളുടെ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നവയാ ഈ കന്നുകാലികൾ, അതായത് ആട്, മാട്, പശുക്കള്, കാള, പോത്ത് എന്നൊക്കെ പറയുന്ന ആട്, മാട്, ഒട്ടകങ്ങൾ, ഈ 3 തരത്തിലുള്ള ജീവികൾ. ഇവയെ സംബന്ധിച്ചാണ് അൻആം എന്ന് പറയാം. ജീവജാലങ്ങൾ മൊത്തത്തിൽ എന്നല്ല, അതിന് ഹയവാനാസ് എന്നോ ദവാബ് എന്നോ വേറെ പ്രയോഗങ്ങളാണ് ഉണ്ടാവുക. അപ്പോ ഈ ആടുമാട്, ഒട്ടകങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് പോഷണം കിട്ടുന്ന ആഹാരം ലഭിക്കണമെങ്കിൽ പാല് കുടിക്കണം, അല്ലെങ്കിൽ നെയ്യ്, വെണ്ണ, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത്, ചീസൊക്കെ കിട്ടുന്ന എവിടെ നിന്നാണ്? പാലിൽ നിന്നാണ്. മിക്സ്, അതുമായി ബന്ധപ്പെട്ട ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകമായി തന്നതാണല്ലോ ഇത്.
അത് ആകാശലോകവുമായി അതിന് ബന്ധമുണ്ടോ? ഇരുമ്പ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നൊരു സാധനമാണെന്നാണ്. ഭൂമിയുടെ മേക്കിങ്ങിൽ ഭൂമി എന്ന ഗോളമുണ്ടായ സമയത്ത് ഇരുമ്പ് ഭൂമിയിൽ ഇല്ലായിരുന്നുവെന്നും മീറ്റിയേഴ്സിന്റെ രൂപത്തിൽ ആകാശത്തിന്റെ സ്പേസിൽ നിന്ന് മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് നിരന്തരമായി കോൺസ്റ്റന്റ്ലി ഭൂമിയിലേക്ക് പതിച്ചതിന്റെ ഭാഗമാണ് ഭൂമിയിൽ ഇരുമ്പുണ്ടായത് എന്ന് ഇന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇരുമ്പിനെ നാം ഇറക്കുകയാണ് ഉണ്ടായത് എന്ന് ഖുർആൻ ഇറക്കി എന്ന് പറയുന്ന പോലെ ഇരുമ്പിനെ നാം ഇറക്കി എന്ന് സൂറത്തുൽ ഹദീദ് ഇരുമ്പിനെ പറ്റി പറയുന്ന സൂറയിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു പരാമർശം കന്നുകാലികളെ സംബന്ധിച്ചും വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ല. ഉലമാ പറയുന്നു ഇരുമ്പിനെ സംബന്ധിച്ച് പറഞ്ഞ ആ വാക്ക് അങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കെ. അൻആമിനെ സംബന്ധിച്ചും അല്ലാഹു തആല ആകാശ ലോകത്തിന് ഇറക്കി എന്ന് പറയുന്ന പരാമർശം, അതിലും ഒരു രഹസ്യമുണ്ടായിരിക്കണം. ഇവകളെ മനുഷ്യന് വേണ്ടി അല്ലാഹു തആല ഭൂമിയിലേക്ക് മറ്റെവിടെന്നോ ഇറക്കിക്കൊണ്ടുവന്ന് അല്ലാഹു ഇവിടെ ഭൂമിയിൽ ഉണ്ടാക്കിയ സ്പീഷീസുകളായിരിക്കണം എന്ന ഒരു പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ വല്ല അപ്ഡേറ്റുകളും വരികയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ക്ലാസ്സിൽ നമുക്കിവിടെ ചർച്ച ചെയ്യാം. ഖുർആനിലെ ഏറ്റവും നീളമുള്ള ചാപ്റ്റർ ഏതാണ്? സൂറത്തുൽ ബഖറ. അത് അൽ ബഖറ എന്ന വാക്ക് പശു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അൽ ബഖറ ഏറ്റവും നീളമുള്ള ചാപ്റ്ററാണ്. 286ഓളം ആയത്തുകളുള്ള സൂറത്തുൽ ബഖറ. മനുഷ്യ ജീവിതവുമായി ഈ കന്നുകാലികൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിലേക്കുള്ള ഒരു അതിന്റെ അഹമ്മിയത്ത്, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന ഒരാശയം. അത് മാത്രമല്ല, ഖുർആനിലെ നീളമുള്ള സൂറത്തുകളിൽ ഖുർആനിന്റെ സൂറത്തുകൾ ഫാത്തിഹ മുതൽ തുടങ്ങിയാൽ 6ാമത് വരുന്ന സൂറ അൽ അൻആം, കന്നുകാലികൾ എന്നാണ് വാക്കിന്റെ അർത്ഥം. കന്നുകാലി മൃഗങ്ങൾ എന്നർത്ഥം വരുന്ന ഒരു സൂറയാണ് ഖുർആനിലെ 6ാമത്തെ സൂറത്ത് 114 സൂറത്തുകളിൽ. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ അള്ളാഹുവിന്റെ സത്യകളിൽ ഒരുപാട് ചിന്തിക്കാനും പഠിക്കാനും ഈ കന്നുകാലികളിൽ ഉണ്ട് എന്ന് അള്ളാഹു മറ്റു പല വഴികളിലൂടെയും നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവലം യറോ, നിങ്ങൾ കാണുന്നില്ലയോ? അന്നാ ഖലഖനാലഹും, നിങ്ങൾക്ക് നാമാണ് അവർക്ക് പടച്ചു കൊടുത്തത്. നാമാണ് പടച്ചു കൊടുത്തത്. മിമ്മ അമിലത് ഐദീന, അമിൽതു ബിയദി, ഞാൻ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ എന്റെ കഴിവ് ഉപയോഗിച്ച് എന്റെ അധ്വാനത്തിൽ ഞാൻ ഉണ്ടാക്കിയത് എന്ന ആശയത്തിനാണ് അമിൽതു ബിയദി എന്ന് പറയാം. ആ പ്രയോഗമാണ് മിമ്മ അമിലത് ഐദീന, നമ്മുടെ കരങ്ങളാൽ ഉണ്ടാക്കിയത്. അള്ളാഹുവിന്റെ കൈകളെന്ന് അട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖുദ്റത്ത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നമ്മുടെ കഴിവ് കൊണ്ട് നാം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അൻആമൻ, കന്നുകാലി മൃഗങ്ങളെ, ആടുമാട് ഒട്ടകങ്ങളെ. ഫഹും ലഹാ മാലികൂൻ, അവരവയെ ഉടമപ്പെടുത്തുന്നുണ്ടല്ലോ. 1000 ആടുകളെ തെളിച്ചുകൊണ്ടുപോവാൻ ഒരാൾ മതി, 1000 ഒട്ടകങ്ങൾ തെളിക്കാൻ ചെറിയ കുട്ടി മതി എന്നാണ്. വദല്ലൽനാഹാലഹും, ഒട്ടകം എത്ര വലിയ ജീവിയാണ്, എത്ര ശക്തിയുണ്ടതിന്. ഒട്ടകം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കാറിന്റെ മുകളിലേക്ക് വീണാൽ കാറിന് കഷായി പോകും, അത്രയും ഭാരമുള്ള ജീവിയാണ്. പക്ഷെ ഒരു ഒട്ടകത്തെ കാണുമ്പോൾ ആരെങ്കിലും പേടിച്ചോടുന്നുണ്ടോ? ഇല്ല. അത് നിങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടുത്തി തന്നെ. നിങ്ങൾ പറഞ്ഞു ഒരു കുട്ടി അതിന്റെ കൈ പിടിച്ചാൽ ഒട്ടകം താഴ്ന്നു കൊടുക്കും, ആ കുട്ടിക്ക് അതിന് പുറത്തു കയറാം. ആ ഒരു കുട്ടി ഒരു ഒട്ടകത്തെ പിടിച്ച് തെളിച്ച് നടന്നാൽ 1000 ഒട്ടകങ്ങൾ ബാക്കിലുണ്ടെങ്കിലും ഈ ഒരു കുട്ടി തെളിച്ചു കൊണ്ടുപോകുന്ന ഒട്ടകത്തിന്റെ പിറകിൽ അവർക്ക് ഫോളോ ചെയ്തു വരും. അത്രയും വലിയൊരു ജീവി നമുക്ക് അതിന്റെ അനുഗ്രഹം ഡെയിലി കാണുന്നത് കൊണ്ട്, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടന്റ് എന്ന് പറയാറുണ്ട്. കണ്ടുകണ്ട് നമുക്ക് അതിന് മതിപ്പ് പോകുന്നു എന്നതുകൊണ്ട് നമുക്ക് അറിയാതിരിക്കുന്ന ഒരു അനുഗ്രഹമാണത്. എത്ര വലിയ ജീവി, ആരെങ്കിലും ഒട്ടകത്തെ കണ്ട് പേടിച്ചോടാറുണ്ടോ? പാമ്പ് എത്ര ചെറിയ സാധന, ഓടൂലേ നമ്മൾ. ഇവിടെ പാമ്പുണ്ട്, പാമ്പൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വലിയ പേടി സ്പൈഡറുകളാണ് അല്ലേ. 8 കാലിയെ കണ്ടാൽ ആർത്ത് നിലവിളിച്ചോടും കുട്ടികൾ. നമ്മുടെ നാട്ടിലുണ്ടോന്ന് അറിയില്ലേ, എനിക്ക് യൂറോപ്യൻ കുട്ടികളൊക്കെ അങ്ങനെയാണ്. പാറ്റ കണ്ട, ഒരു ഫ്ലൈ ക്ലാസ് റൂമിൽ ഒരു പാറ്റ കണ്ടാൽ യാ സുബ്ഹാനല്ലാഹ്, എന്തൊരു പേടി. 8 കാലി കണ്ടാൽ പിന്നെ ഒരു പേടിച്ച് മരിക്കും, അത്രക്കും വലിയ പേടിയാണ്. ചെറിയ ചെറിയ ജീവികൾ അള്ളാഹു നമുക്ക് ഒതുക്കി തന്നിട്ടില്ല. പാമ്പ് എത്ര ചെറുതാണ് ആ സാധനം, പക്ഷെ നമുക്ക് കണ്ട ഓടും അല്ലെങ്കിൽ രക്ഷപ്പെടും, നമുക്ക് പേടി തോന്നും. ഒട്ടക ഇത്ര വലിയ സാധനം നമുക്ക് വല്ല പേടി തോന്നുന്നുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് ഒതുക്കി തന്നതാണ്. ഒട്ടകത്തെ വേട്ടയാടി പിടിക്കേണ്ട ആവശ്യമില്ല, ആടിനെ വേട്ടയാടി പിടിക്കേണ്ട, കന്നുകാലികളെ വേട്ടയാടി പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഭക്ഷണത്തിന് നിങ്ങൾക്കത് ഒതുങ്ങിത്തരുന്നൊരു ജീവിയാണ്. അങ്ങനെ അതിന്റെ പ്രകൃതം ഞാൻ മാറ്റിയതാണ്. അള്ളാഹു തആല പറയാം, സിംഹത്തെ പോലെ പടക്കാൻ അള്ളാഹ്ക്ക് കഴിയാത്തത് കൊണ്ടല്ല, പക്ഷെ ഞാൻ അതിന് നിങ്ങൾക്ക് ഒതുക്കി തന്നതാണ്. വദല്ലൽനാഹാലഹും ഫമിൻഹാ റകൂബുഹും
അതിൽ നിന്ന് നിങ്ങൾ വാഹനം കയറുന്നുണ്ട്. ഒട്ടകം അതിൽ പറഞ്ഞതാ, വാഹനം കയറാൻ ഉപയോഗിക്കുന്നതാ ഒട്ടകം. ഈ ആട് പശുക്കളെന്നും വാഹനമായി കയറാൻ പാടില്ലെന്ന്, അതിന്റെ പുറത്ത് കയറിക്കൂടാ. ഈ ബുള്ളോക്കാറ്റുണ്ട്, കാളവണ്ടികൾ, കുഴപ്പമില്ല. പക്ഷേ അതിന്റെ നേരെ കാളയുടെ പുറത്ത് കയറി സഞ്ചരിക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. അതിനെ അള്ളാഹു പടച്ചത് അതിനല്ല. അത് വാഹനത്തിലായി ഉപയോഗിക്കാം. അതിന്റെ പിന്നീട് വാഹനം കെട്ടിവെച്ച് അതിൽ കയറി നിൽക്കാം. പക്ഷെ ഒട്ടകം അതിന്റെ മീതത്തിന് നിങ്ങൾക്ക് കയറാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു, അതിന്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കുന്നുവല്ലോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം പറഞ്ഞുതരാണ്. വേറെയും ഒരുപാട് ഉപകാരങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു തന്നുവല്ലോ, അവയിൽ ഒരുപാട് വേറെയും ഉപകാരങ്ങൾ. വമശാരിബു, കുടിക്കാനും അള്ളാഹു നിങ്ങൾക്കത് തന്നുവല്ലോ. മറ്റു ജീവജാലങ്ങൾ, ഹിംസ്ര ജന്തുക്കള്, വൈൽഡ് അനിമൽസ്, കുഞ്ഞിനെ പിറന്നാൽ ഏതാനും കുഞ്ഞിന് കുടിക്കാവുന്ന ആ ഒരു മാസങ്ങളെ, ഏതാനും കുറഞ്ഞ ആഴ്ചകളെ പാലുണ്ടാവുള്ളൂ. പക്ഷേ ആടുമാടുകൾ അങ്ങനെയല്ല, കൊല്ലം മുഴുവനും പാല് തരും. കുഞ്ഞ് പാൽ കൂടി നിർത്തിയാലും പാല് ചെലുത്തിക്കൊണ്ടേയിരിക്കും. വലിയ വലിയ പശുക്കൾ, മറ്റു പല രാജ്യങ്ങളിലും കാണപ്പെടുന്ന ചില പശു ദിവസം 100 ലിറ്ററിലധികം പാല് കൊടുക്കുന്ന പശുക്കളുണ്ട്. അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമല്ലേ. മിൻഹാ വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ. നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നില്ലയോ? നിങ്ങൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നുണ്ടോ? അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നുണ്ടോ? അഫലാ യശ്കുറൂൻ. കന്നുകാലികളെ വളർത്തുന്നത് അംബിയാഇന്റെ ജോലിയിൽപ്പെട്ടതാണ്. അംബിയാ ചെയ്തിട്ടുണ്ട്. പ്രവാചകന്മാർ മുഴുവനും ആടുമാടുകളെ മേച്ചിരുന്നവരായിരുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആടുമാടുകളെ മേച്ചു നടക്കാത്ത നബിമാരില്ലെന്നാണ്. ആടിനെ തെളിച്ചു കൊണ്ടുപോവുക. കാരണം പിൽക്കാലത്ത് സമൂഹത്തെ നയിക്കാനുള്ളവരാണ്. സമൂഹത്തിൽ ഈ ആടിന്റെ സ്വഭാവമുള്ളവരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് അപ്പോ വലിയ ക്ഷമ പഠിപ്പിക്കാനാ അങ്ങനെ ചെയ്തു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ പൊന്നുമോൾ സഫൂറ ബീവിയെ കല്യാണം കഴിച്ച് മദീനയിൽ നിന്ന്, ജോർദാനിലാണ് മദീന, അവിടെ നിന്ന് ഇങ്ങ് ഈജിപ്തിലേക്ക് നടന്നു വരുന്ന സമയം ആടുകളെ തെളിച്ചുകൊണ്ടാവുന്നത് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യൗവനകാലത്ത് ആടിനെ മേച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ആടുമാടുകളെ മേയ്ക്കുന്നത് ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. ഒരുപാട് വലിയ പൈസക്കാരൊക്കെ അതിന്റെ ശേഷവും ഉമ്മാക്ക് അല്ലെങ്കിൽ വാപ്പാക്ക് കന്നുകാലികൾ ഇല്ലാതിരിക്കാൻ പറ്റൂല. അങ്ങനെ കന്നുകാലികളെ നോക്കി വളർത്തി നടക്കുന്ന, അതിനോട് ഭയങ്കര ഇഷ്ടം, കുഞ്ഞിനെ പോലെ തന്നെ നോക്കി വളർത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് കാണപ്പെടാറുണ്ട് അല്ലെ. മുമ്പൊക്കെ കന്നുകാലികളുണ്ടോ, ആലയുണ്ടോ, ആ പെരേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക. ഇന്ന് അതൊന്നും ഉണ്ടെങ്കിൽ ആ വഴിക്ക് കല്യാണം കഴിച്ചു കൊടുക്കൂല. കാലം പോയ മാറ്റേ. അപ്പോ ഈ കന്നുകാലികളുമായുള്ള മനുഷ്യന്റെ ഈ ഒരു അറ്റാച്ച്മെന്റ് അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ഇവകളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ആസ്വാദനത്തിന്, മാംസത്തിന്, പാലിന്, വെണ്ണക്ക്, നെയ്യിന് എല്ലാം നിങ്ങൾക്ക് ഇവയെ ആശ്രയിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് അല്ലാഹു തആല നിങ്ങൾ ഈ ഒട്ടകത്തിന്റെ പുറത്ത് വാഹനം കയറുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ പുറത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. സുബ്ഹാനല്ലദീ, അല്ലാഹു പരിശുദ്ധനാണ്. ഇസ്രാ മിഅ്റാജിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച വാക്കാണത് സുബ്ഹാന. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തണം. അവൻ പരിശുദ്ധനാണ്. അല്ലദീ സഖറ ലനാ ഹാദാ, ഈ വാഹനം, ഈ മൃഗം നമുക്കതിനെ ഒതുക്കി തന്ന അള്ളാഹു പരിശുദ്ധനാണ്. ഈ മൃഗത്തിന് തോന്നുന്ന ആരെങ്കിലും കയറിയിരുന്ന ഉടനെ ഓടിയേക്കണം, അത് വീണുപോവില്ലേ? കുതിരകൾ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു മനുഷ്യന് ഉണ്ടാക്കി തന്നല്ലോ. അത് ഭക്ഷിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ആടുമാടോട്ടങ്ങൾ ഭക്ഷിക്കാനുള്ളതാണ്. നിങ്ങളുടെ യാത്ര ചെയ്യുന്ന പക്ഷം നിങ്ങൾ ചൊല്ലേണമേ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. നമുക്കിതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നമ്മൾ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. അതൊരു വല്ലാത്ത വാക്കാണ്. വാഹനപ്പുറത്ത് കയറിയിരുന്നിട്ട് നമ്മുടെ അൾട്ടിമേറ്റ് ജേണി ആയിട്ടാ പറയണത്. ഇതൊരു ചെറിയ യാത്രയാണ്, അള്ളാഹുവിടുത്ത് പോകേണ്ട ഒരു യാത്ര ഉണ്ട് കേട്ടോ എന്നതിന്റെ ഉള്ളിലൂടെ അപ്പൊ തന്നെ അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ഇത് ചെറിയ യാത്രയാണ്. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അള്ളാഹുവിന്റെ അടുത്തേക്കാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നവരാണ്. പക്ഷെ ഈ യാത്രയിൽ ഇതിന് നമുക്ക് ഒതുക്കി തന്ന അള്ളാഹുവിനോട് ഞാൻ ശുക്ർ ചെയ്യുന്നു എന്ന്. ഇന്ന് വാഹനം കയറാതെ ഇങ്ങോട്ട് വന്നവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് പരിസരത്ത് നിന്നൊക്കെ നടന്നു വരുന്ന ഫാമിലിയോ ആൾക്കാരൊക്കെ കുറേയേറെ ആളുകൾ വാഹനം കയറിയിട്ട് വന്നവരായിരിക്കും.
ഇന്ന് നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ടോ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ബസ്സിൽ കയറിയപ്പോഴോ കാറിൽ കയറിയപ്പോഴോ നിങ്ങൾ സഞ്ചരിച്ച വാഹനത്തിൽ കയറിയപ്പോൾ നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്ക്. ചൊല്ലിവിടുന്ന കൈപൊക്കിയാട്ടെ. ഉറപ്പുള്ളവർ മാത്രം മതി. ഒരു സമ്മാനമല്ല ഇവിടെ ഉണ്ട്. അപ്പൊ എത്ര ആളുകൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അതൊരു ഹാബിറ്റാക്കി മാറ്റുക. എപ്പോ വാഹനം കയറാൻ ഓട്ടോമാറ്റിക്കലി ചൊല്ലി പോവാ. ഫ്ലൈറ്റിലൊക്കെ ചൊല്ലി തരാറുള്ളത് ആയത്തണ അതീത ദുആ തന്നെ തിരിയില്ല. ആ നിലക്കുള്ള ഒരു ചൊല്ലല് ചൊല്ലാറുണ്ട് അല്ലേ? പിന്നെ മുഖലിബൂനുണ്ട്. എന്താണ് അത് ആയത്താണ്. അതിന്റെ ഭംഗിയിൽ തന്നെ ഓതണം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരൊരു ഹാബിറ്റാക്കുക. ചാവി കൊടുക്കുമ്പോൾ ഓൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിന് ഓട്ടോ ഇഗ്നിഷൻ ആണെങ്കിലോ ചാവി കൊടുക്കുകയാണെങ്കിലോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ഹാബിറ്റാക്കുക. വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉടനെ തന്നെ ഈ ദിക്ർ ചൊല്ലുക. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. ഈ വാഹനം നമുക്ക് ഒതുക്കി തന്നത് അല്ലാഹുവല്ലേ? അതിന്റെ ടെക്നോളജി മനുഷ്യനെ പഠിപ്പിച്ചത് അല്ലാഹുവാണ്. അതിന്റെ സംവിധാനം ആ രീതിയിൽ നമ്മുടെ വാഹനങ്ങൾ ഡിസൈൻ ചെയ്യപ്പെട്ടത്, അതിന്റെ മെഷീൻ വർക്കിംഗ് അങ്ങനെ ആക്കി കൊടുത്തത് അല്ലാഹു ചെയ്ത പണിയാണ്. അതുകൊണ്ട് നിങ്ങൾ വാഹനം കയറാൻ നിങ്ങൾക്ക് തന്ന ഈ മൃഗങ്ങളെ നിങ്ങൾ കയറുമ്പോൾ ഇത് ചൊല്ലേണമേ. അന്ന് ആ വാഹനങ്ങളുള്ളൂ. അന്ന് ഫ്യൂൽ നടച്ചു പോകുന്ന പെട്രോളോ ഡീസലിനോ പോകുന്ന വാഹനങ്ങളൊന്നില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു ആ മൃഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത് ചൊല്ലേണമേ എന്ന് പറഞ്ഞത്. വമിൻഹാ യഅ്കുലൂൻ. നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നു. വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ. നിങ്ങൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നില്ലേ? അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നില്ലേ? എങ്ങനെയാ ശുക്ർ ചെയ്യുക? കന്നുകാലികളോട് ശുക്ർ ചെയ്യലെങ്ങനെ? അവയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാല് കുടിക്കുകയാണ്, മാംസം കഴിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതുമായി ബന്ധമുള്ള ഭക്ഷണം കഴിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ. ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മറന്നുപോയ ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു. കഴിഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാഹി അല്ലദീ അത്അമന അൽഹംദുലില്ലാഹി റസഖന ഹാദാ അത്അമന. ഞങ്ങൾക്ക് ഭക്ഷണം തന്ന പടച്ചവനെ, ഈ ഭക്ഷണം ഞങ്ങൾക്ക് തന്ന റബ്ബേ, മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഞങ്ങളുടെ ഒരു കഴിവുമില്ലാതെ ഞങ്ങൾക്ക് നീ തന്നുവല്ല റബ്ബേ, നിനക്ക് സ്തുതി എന്ന് അല്ലാഹുവിനെ ശുക്ർ ചെയ്യാം. മൃഗങ്ങളോ, ഒരു മൃഗത്തെ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ടു. ഒരാളൊരു ആടിനെ കാല് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ അറക്കാൻ കൊണ്ടുവരുമ്പോ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ടുകൊണ്ട് പറഞ്ഞു, വൈഹക്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കേ, ഇർഹം ബിഹാ. ആ ജീവിയോട് നീ റഹ്മത്ത് ചെയ്യേ. അതിന് അല്ലാഹു നിനക്ക് കീഴ്പ്പെടുത്തി തന്നതാണ്. അതിനെ നീ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകല്ലേ. നീ അതിനെ കൊല്ലാൻ കൊണ്ടുപോവുകയാണെങ്കിൽ പോലും, അറക്കാൻ കൊണ്ടുപോവുകയാണെങ്കിൽ പോലും നീ അതിനോട് റഹ്മത്ത് ചെയ്യണമേ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണർത്തി കൊടുക്കുക. അത് നബി തങ്ങളുടെ ഹദീസാണ്. വഇദാ ദബഹ്തും ഫഅഹ്സിനു ദബ്ഹ. നിങ്ങൾ അറുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അറവ് നിങ്ങൾ നന്നാക്കണം. അവരോട് ചോദിച്ചു, എങ്ങനെ നബിയെ? വൽയഹുദ്ദ അലൈക്കും ശഫ്റതഹു. നിങ്ങൾ അറുക്കുന്ന ആളുകൾ അതിന്റെ കത്തി മൂർച്ച വെക്കണം, നന്നായി മൂർച്ചയാവണം. എന്നിട്ട് അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് നിങ്ങൾ അതിനെ അറുക്കുന്നത്. എന്തെന്നറിയോ? ജീവൻ വിലയുള്ളതാണ്. ആ ജീവൻ നിങ്ങൾക്ക് എടുക്കാൻ അല്ലാഹു അനുമതി തന്നു, നിങ്ങൾക്ക് ഭക്ഷണമായി ഉപയോഗിക്കാൻ. അതുകൊണ്ട് അല്ലാഹ്, നീ വെച്ച ജീവൻ ഞാൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ അതിനെ അറുക്കുകയാണ് പടച്ചവനെ, അത് നിന്റെ നാമത്തിലാണ്, നീ എനിക്ക് അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അറുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹലാൽ കറ്റ് എന്ന് പറയുന്ന ഹലാലായ അറവ് ഒരു മുസ്ലിം അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചറക്കുമ്പോഴാണ്. അപ്പോഴാണ് അത് ഹലാലാകുന്നത്. ഒരു മുസ്ലിം അറക്കുമ്പോഴാണ് അത് ഹലാലാകുന്നത്. എന്തേ? അള്ളാഹു അനുവദിച്ച ആ ഒരു ജീവിയുടെ അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടെ മാത്രമാണ് നമ്മൾ അതിനറക്കുന്നത്. ഒരു സഹാബി പറഞ്ഞു, നബിയെ, എനിക്ക് അറക്കാൻ പറ്റൂല നബിയെ, എനിക്ക് ഭയങ്കര വിഷമാണ്. നബിയെ, ഒരാടിനെ അറക്കാൻ എനിക്ക് വലിയ വിഷമമുണ്ട്, എനിക്ക് കരുണ തോന്നാറുണ്ട്. ആടിനോട് കരുണ തോന്നിയിട്ട് എന്തിന് അറക്കാൻ തോന്നാറില്ല നബിയെ, എനിക്ക് അറക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഉണ്ടാവും അല്ലേ? ഒരു ചിക്കൻ പോലും ഇറക്കാത്തവരൊക്കെ ഉണ്ടാവില്ലേ? നബി ഞങ്ങൾ എന്താ പറഞ്ഞത്? നീ അതിനോട് ഇങ്ങനെ റഹ്മത്ത് കാണിച്ചല്ലോ, നിനക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആടിനെ ഉദഹയത്തൊക്കെ അറക്കുമ്പോഴേ ചിലരെന്ത് ഉദഹയത്തിന്റെ പൈസ കൊടുക്കും, പിന്നെ അറക്കല് അത് നീ അർത്ഥം, എനിക്കത് കഴിയില്ല, എനിക്ക് ആ ചോര കാണാൻ പറ്റില്ല അങ്ങനെ പറയുന്നവരുണ്ട്. റഹ്മത്ത് തോന്നിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ അതിന് കൂലി കിട്ടുന്ന ആ റഹ്മത്തിന് പകരം അല്ലാഹു റഹ്മത്ത്. കുപ്പായത്തിലൊക്കെ ചോരയായി പോകുന്ന ഷർട്ട് മാറ്റേണ്ടി വരും. അതല്ല,
ഇൻ തർഹംഹാ യർഹമുക അല്ലാഹ് തുർഹം. നീ അതിനോട് റഹ്മത്ത് ചെയ്താൽ അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യും. അപ്പൊ ജീവജാലങ്ങളോട് തോന്നുന്ന ഈ റഹ്മത്ത്, കന്നുകാലികൾക്ക് അതിന്റെ ഭക്ഷണം നേരത്തിന് കൊടുക്കുന്നത്, അതിനെ ഭക്ഷിപ്പിക്കുന്നതിന് കുടിപ്പിക്കുക, അതിന്റെ വെൽബീയിങ്ങിന് ആവശ്യമായത് അള്ളാഹു തആല ജീവജാലങ്ങളെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. നിങ്ങൾ ആടുമാടുകളെ മേയ്ക്കണം എന്ന് പറഞ്ഞ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ആടുമാടുകളെ മേയ്ക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذي جعل لكم الأرض مهدا وسلك لكم فيها سبلا وأنزل من السماء ماء فأخرجنا به أزواجا من نبات شتى. അള്ളാഹു ആകാശത്ത് മഴയിറക്കി ഒരുപാട് ജീവജാലങ്ങൾക്ക് ആവശ്യമായ ചെടികൾ അള്ളാഹു മുളപ്പിച്ചു. ഇനി പറയാം, കുലൂ വർഔ അൻആമകും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൻ നുഹാ. കുലൂ, നിങ്ങൾ തിന്നോളൂ. വർഔ അൻആമകും, നിങ്ങളുടെ കന്നുകാലികളെ നിങ്ങൾ മേയ്ക്കുകയും ചെയ്യുക. ഇർഔ അൻആമകും, കന്നുകാലികളെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമായ സസ്റ്റനൻസ് എന്തൊക്കെ വേണോ, അവരുടെ താമസ സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട പുല്ല്, വൈക്കോല്, ഭക്ഷണമൊക്കെ നിങ്ങൾ ഒരുക്കി കൊടുക്കണേ. വർഔ, അവയെ മേയ്ക്കാൻ വിടണം, അവയെ തിന്നാൻ വേണ്ടി വിടണം. വർഔ അൻആമകും, നിങ്ങൾക്ക് കന്നുകാലികളുണ്ടോ അവയെ നോക്കി വളർത്തൽ നിങ്ങളുടെ ബാധ്യതയാണ്. വർഔ അൻആമകും, കന്നുകാലികളെ നോക്കി വളർത്തണം എന്ന് അല്ലാഹു തആല സൂറത്ത് ത്വാഹയിൽ പറയുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ, ഇതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഉലിൻ നുഹാ, ബുദ്ധിയുള്ളവർക്ക്. നുഹ എന്ന് പെൺകുട്ടികൾക്ക് പേരിടാറുണ്ട്. നുഹ കുട്ടികളുണ്ടോ ഇതിന്റെ കുടുംബത്തില്? നുഹ ഇല്ലെങ്കിൽ ഞാൻ അടുത്ത് ഉണ്ട്, അവിടെ ഉണ്ട്. ഒരു പേരുണ്ടായ പിന്നെ ആ പേര് നാട്ടിലാർക്ക് ഇടാൻ പറ്റൂല എന്നല്ല നമ്മൾ വിചാരം. ഈ പേര് കണ്ടുപിടിക്കാനുള്ള ഇടങ്ങേറേ. അപ്പോ ഒരാളിട്ടാലും ആ പേരൊക്കെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. ആർക്കും ഇല്ലാത്ത പേരുണ്ടോ? അറബ് ഭാഷ പിന്നെ തീവില്ലേ, ഭാഷയിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? നുഹ എന്നുള്ള നല്ലൊരു പേരാണ്. ബുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം ബുദ്ധിയുള്ളവൾ എന്നൊക്കെ ആശയം വരും. നബി തങ്ങൾ പറയുമായിരുന്നു, എന്റെ അടുത്തേക്ക് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്റെ തൊട്ടു ബാക്കില് നല്ല പഠിച്ചവരും ബുദ്ധിയുള്ള ആളുകൾ എന്റെ ബാക്കിൽ നിന്നാൽ മതി. നബി തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം വെക്കുമ്പോൾ മഅ്മൂമായിട്ട് തൊട്ട് പിന്നിൽ നിൽക്കുന്നത് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും റാഹത്താന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൻ നുഹാ, ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ലആയാതിൻ, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ത്വാഹയിൽ നമ്മോട് മേയ്ക്കാനും വേണ്ടി പറഞ്ഞു. നിങ്ങൾ അവയെ മേയ്ച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കണമേ എന്ന്. വൽഅൻആമ ഖലഖഹാ, അല്ലാഹുവാണ് നിങ്ങൾക്ക് കന്നുകാലികളെ പടച്ചു തന്നത്. 33ഓളം സ്ഥലങ്ങളിൽ ഖുർആനിൽ കന്നുകാലികളെ സംബന്ധിച്ച് പരാമർശമുണ്ട്. 33 സ്ഥലങ്ങളിൽ കന്നുകാലികളെ നിങ്ങൾക്ക് തന്നുവല്ലോ എന്ന് ചിന്തിപ്പിക്കാൻ. ലകും ഫീഹാ ദിഫ്ഉൻ വമനാഫിഉ വമിൻഹാ തഅകുലൂൻ, നിങ്ങൾക്കതിൽ ചൂട് കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. അതിന്റെ വൂൾ, അതിന്റെ രോമമെടുത്ത് നിങ്ങൾക്ക് വസ്ത്രമുണ്ടാക്കിയാൽ ചൂട് കിട്ടും. വമനാഫിഉ, ഏറെയും ഉപകാരങ്ങളുണ്ട്. വമിൻഹാ തഅകുലൂൻ, അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. സൂറത്തുൻ നഹ്ൽ. വലകും ഫീഹാ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ, നിങ്ങൾക്കതിൽ ഭംഗിയുമുണ്ടല്ലോ. ഭംഗിക്ക് വേണ്ടി കന്നുകാലികൾ വളർത്തുന്ന ആളുകളുണ്ട്. നല്ല ചൊറുക്കുള്ള നല്ല നല്ല കുട്ടന്മാർ അല്ലേ, നല്ല ഭംഗിയായി കുളിപ്പിച്ച് നല്ല തൊലിനിറമുള്ള നല്ല വൃത്തിയിൽ ഒന്നിനല്ല ഒരു ഭംഗിക്കവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയുണ്ട്. അല്ലാ, കോട്ടക്കൽ ഒരാളുണ്ട് അങ്ങനെ. കോട്ടക്കൽ ആരെനിക്ക് ഓർമ്മയില്ല, നമ്മളെ വൈദ്യശാലയിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ, അദ്ദേഹം ഇപ്പോൾ എനിക്കറിയില്ല കേട്ടോ ഒരു ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നല്ല, അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആയുസ്സുമാരൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് താമര പഠിക്കുന്ന സമയത്ത് വാഴ പറയാൻ പോയിരുന്നു. അപ്പോൾ അവിടെ നല്ല മനോഹരമായ കന്നുകാലികൾ, അപ്പോൾ അടുത്ത് പറഞ്ഞു മൂപ്പർക്കത് ഒരു ഹോബിയാണ്, നല്ല ഇഷ്ടമാണ് കന്നുകാലികളെ. അപ്പോൾ നല്ല വൃത്തിയുള്ള പല നിറത്തിലുള്ള. അദ്ദേഹം ദാർഹുദയ്ക്ക് വേണ്ടി അന്ന് ഒരു 5000 രൂപ എൻ്റെ കയ്യിൽ തന്നു. 5000 രൂപ അന്ന് വാഴ പറഞ്ഞു, ജുബ്ബ ഞാൻ ധരിക്കാം നാട്ടില്. കുറേ എനിക്ക് ഒന്ന് 10-25 കൊല്ലമായിട്ടുണ്ടാവും, 25 വർഷത്തിന് മേലായി കാണും. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോണത്. നാട്ടിലൊക്കെ അന്നങ്ങനെ പോവുക.
അപ്പോൾ പോകുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു വീക്ക്നെസ് ഉണ്ട്, വാഹനം ഓടിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓട്ടോറിക്ഷ ഞാൻ ഒന്ന് ഓടിച്ചു നോക്കാന്ന് പറഞ്ഞു. ഇവിടെ മലപ്പുറം വരെ പോണ പോക്കിന് ഈ 5000 രൂപ 25 കൊല്ലം അതിൻ്റെ കീശയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. അതറിഞ്ഞില്ല. രാത്രി 1 മണിക്ക് മഞ്ചേരി എത്തിയപ്പോഴേ പഠിച്ചാനെ പൈസ കാണില്ലല്ലോ. അങ്ങനെ തിരിച്ച് വണ്ടി ഓടിച്ചു. അങ്ങനെ അത് ഇദ്ദേഹം തന്നതായിരുന്നു. എൻ്റെ പേരെനിക്ക് ഓർമ്മ, ഒരു ഹാജിയാണ്. ഏതായിരുന്നാലും തിരിച്ചു വന്നു. കോടൂർ എന്ന സ്ഥലമുണ്ട് മലപ്പുറം കോട്ടക്കലിൽ. അവിടെ കുറച്ച് ഹമ്പുണ്ടെന്ന്, ആ പൊന്മള ഭാഗത്തെന്ന് തോന്നുന്നു, കുറച്ച് ഹമ്പുണ്ട് അവിടെ ചാടിയതാണ്. അപ്പൊ അവിടെ കുറച്ച് കുട്ടികൾ, ചെറുപ്പക്കാർ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ വാഹനം നിർത്തി തപ്പി നോക്കും. നിങ്ങൾ എന്താ നോക്കണമെന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു പൈസ പോയിട്ടുണ്ട്. 5000 റുപ്യാണോ? ദാർലുഹുദന്റെ അത് റെസിപ്റ്റ് ഉണ്ട്, ദാർലുഹുദന്റെ റെസിപ്റ്റ് ഉണ്ട്. ദാർലുഹുദന്റെതാണ് അതെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞതൊരു ഹിന്ദു ചെറുപ്പക്കാരനാണ്. ആ കൂടെ ഇരിക്കുന്നത് കുറച്ച് മുസ്ലിമീങ്ങളാണ്. പക്ഷെ ഈ ഹിന്ദുവിന്റെ കയ്യിൽ അത് കിട്ടിയത്. അവൻ പറഞ്ഞു, ഞങ്ങൾക്കത് മനസ്സിലായി, സ്ഥാപനത്തിന്റെ ദാർലുഹുദ ഞങ്ങൾക്കറിയാമല്ലോ, രാവിലെ കൊണ്ടും തരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. ആ ഒരു ഓർമ്മ അല്ലാഹു തആല ആ ഹിന്ദു സഹോദരന് പടച്ച റബ്ബ് ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്തു. ഈ സത്യസന്ധതയുള്ള ആൾക്കാരെ. അപ്പോ അത് ഈ മനുഷ്യൻ നടന്നതായിരുന്നു, ഈ ഒരു ഹാജിയർ. ഇനി ആരെങ്കിലൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. കോട്ടക്കൽ ഏതായിരുന്നാലും ഒരുപാട് ദാർലുഹുദയെ സഹായിച്ച ഒരുപാട് ആളുകൾക്കൊക്കെ അല്ലാഹു സഹായം കൊടുക്കുമാറാകട്ടെ. അപ്പോ ഫീഹ ജമാലും, ഖുർആൻ പറയാം, നിങ്ങൾക്ക് കന്നുകാലികളിൽ ജമാലുണ്ട്, ഭംഗിയുണ്ട്. നിങ്ങൾക്കതിനെ തൊഴുത്തിൽ കെട്ടുനിർത്തുന്നത് ഭംഗിക്ക് വേണ്ടിയാണ്. അങ്ങനെയുമുണ്ട് ചില ആളുകൾ. ഓരോരുത്തർക്ക് ഓരോ ഇൻട്രസ്റ്റ് അല്ലേ. ചില ആളുകൾക്ക് കുറെ പഴയ ആന്റിക്സ് ഉപയോഗിച്ച് അത് സൂക്ഷിച്ചു വെച്ച് അതിന്റെ മനോഹാരിത ആസ്വദിക്കുന്നവരുണ്ടാവും. ലക്കും ഫീഹ വലക്കും ഫീഹ ജമാലുൻ, നിങ്ങൾക്കതിൽ ഭംഗിയുമുണ്ടല്ലോ. ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ വതഹ്മിലു അസ്ഖാലക്കും ഇലാ ബലദിൻ ലം തകൂനൂ ബാലിഗീഹി ഇല്ലാ ബിശഖ്ഖിൽ അൻഫുസ് ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം. നിങ്ങൾക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ദൂരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാരം അവയെ ചുമന്നുകൊണ്ടുപോകുന്നുവല്ലോ. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ. ഖൈൽ എന്ന് പറഞ്ഞാൽ കുതിരകൾ, ബിഗാൽ കോവർ കഴുതക്കാണ് ബിഗാൽ എന്ന് പറയാം. മ്യൂസ്, അതുപോലെ തന്നെ ഹമീർ, ഡോങ്കീസ്. ലിതർകബൂഹ വസീന, നിങ്ങൾക്ക് ഭംഗിയായും വാഹനമായും ഇവയും ഞാൻ പടച്ചുവല്ലോ. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത പലതും അത് സൃഷ്ടിക്കുന്നുണ്ട്. അതായത് വാഹനമായി നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട്, ഇനി നിങ്ങൾ അറിയാത്ത പലതും ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നുണ്ട്. പിൽക്കാലത്ത് ഉണ്ടായി വന്ന മറ്റു വാഹനങ്ങൾ, മറ്റു നമ്മുടെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഇനിയും കണ്ടിട്ടില്ലാത്ത മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇനിയും വേറെയും സഞ്ചരിക്കാനുള്ള വഴികൾ അല്ലാഹു ഉണ്ടാക്കുന്നുണ്ട് എന്നതിലേക്കുള്ള സൂചന. സൂറത്തുൻ നഹൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അഫലാ യശ്കുറൂൻ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്ന റബ്ബിന് നിങ്ങൾ ശുക്ർ ചെയ്യുന്നില്ലയോ? ബലാ നശ്കുറുക യാ റബ്ബ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു നിനക്ക് ശുക്ർ പടച്ചവനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വ ആലിഹി. ثم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون. واتخذوا من دون الله آلهة من دون الله, നിങ്ങൾക്ക് നിങ്ങളെ പടക്കുകയും നിങ്ങൾക്ക് ആവശ്യമായ കന്നുകാലികളെ സൃഷ്ടിച്ചു തരികയും അതിൽ നിങ്ങൾക്ക് ഭക്ഷണം തരികയും നിങ്ങൾക്ക് വസ്ത്രമായിട്ട് അതിന്റെ ലെതർ, അത് നിങ്ങൾക്ക് മറ്റു സാധനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് പാനീയമുണ്ട്, പാലുണ്ട്, ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാം ഉണ്ടാക്കി തന്ന അല്ലാഹു ഒരു ജീവിയിൽ പാലുണ്ടാകുന്നതിനെ സംബന്ധിച്ച് മാത്രം ഒരു വലിയ റിസർച്ച് ഞാൻ കണ്ടു. ഒരുപാട് സയന്റിഫിക് ടേംസ് ആണ് നമുക്കിവിടെ പറയുന്നത്, നമുക്ക് ബോറടിച്ചു. അത് ഒറ്റയ്ക്ക് സമയം കിട്ടുന്നത് ഈ പാലുണ്ടാകുന്നത് എങ്ങനെ? ഒരു മൃഗം അത് ഭക്ഷിച്ച് അതിന്റെ വിസർജ്യങ്ങളായി ശരീരത്തിന്റെ മറ്റു വിസർജ്യങ്ങൾ നീങ്ങിപ്പോയി ബ്ലഡിലേക്ക് ബ്ലഡ് മാറി യൂറിന്റെയും ബ്ലഡിന്റെയും ഫംഗ്ഷൻ നടക്കുന്നതിന്റെ ഇടയിലൂടെ അല്ലാഹു തആല സായിഗൻ ശറാബ, നിങ്ങൾക്ക് കുടിക്കാൻ നല്ല രുചിയുള്ള പാല് നമ്മൾ ഉണ്ടാക്കി തരുന്നുവല്ലോ. മാലിന്യത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ നിന്ന് അല്ലാഹു പറയുന്നുണ്ട്. എങ്ങനെയാണത് രൂപപ്പെടുത്തി വരുന്നത്? ആ ശരീരത്തിൽ നടക്കുന്ന ആ ഒരു പ്രോസസ് ഭയങ്കര അത്ഭുതകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടിയാണ് അത് പടച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭക്ഷണങ്ങളിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതും ഹലാലും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതുമാണെങ്കിൽ നമ്മുടെ ദുആഇന് ഉത്തരം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
واتخذوا من دون الله آلهة لعلهم ينصرون واتخذوا من دون الله അല്ലാഹുവിനെ മാറ്റിവെച്ച് അല്ലാഹുവിനെ ആരാധിക്കാതെ ആലിഹതൻ ഇലാഹിന്റെ പ്ലൂരലാണ് ആലിഹത്ത് ഒരുപാട് ദൈവങ്ങളെ അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ ഉണ്ടാക്കിയല്ലോ ലഅല്ലഹും യുൻസറൂൻ അവരെ സഹായിക്കപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നുവല്ലോ ലാ യസ്തതിഊന നസ്റഹും അവരെ സഹായിക്കാൻ ഇവർക്കൊന്നും സാധ്യമേ അല്ല അതുമാത്രമല്ല വഹും ലഹും ജുൻദും മുഹ്ദറൂൻ അവരും ഈ മൃഗം ഈ ആരാധിക്കപ്പെട്ട ആരാധ്യന്മാർ അവരും അവരെ ആരാധിച്ചവരും ആരാധകരും ഒരുമിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവരാണ് അവർ അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നവരാണ് പിന്നെ എങ്ങനെ അവർക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ബഹുദൈവാരാധന ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഹൈന്ദവ സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ ഇപ്പോഴും 33 കോടി ദൈവങ്ങളൊന്നും ഒരു ദൈവത്തെ വിളിച്ചാൽ കിട്ടൂലെങ്കിൽ മറ്റേ ദൈവത്തെ വിളിച്ചേക്കാം എന്ന സൗകര്യങ്ങൾക്ക് ഓരോന്നിനും ഓരോ ദൈവങ്ങളും ഓരോ ദൈവങ്ങൾക്ക് ഓരോ അമ്പലങ്ങളുമായി ഒരുപാട് ബഹുദൈവാരാധന നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് നമ്മൾ കണ്ട് നമുക്കതിനോട് വെറുപ്പ് തോന്നാത്ത അവസ്ഥ വരാറുണ്ട് അങ്ങനെയല്ല ശരിക്കും അവരെ ചെയ്യുന്നത് എത്ര വലിയ കുറ്റകരമായ കാര്യമാണ് അവരെ ചെയ്യുന്നത് അള്ളാഹുവാണ് സൃഷ്ടാവെന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടതിന് പകരം അവർ രാമനും സീതയും മറ്റു ഗണപതിയും അല്ലാത്തതൊക്കെ ഒരുപാട് പേരുകളിൽ അസ്മാഉൻ സമ്മൈതുമൂഹ അൻതും വആബാഉകും ഒരുപാട് ആളുകൾ പല പേരും വെച്ച് പല അമ്പലങ്ങളും പല പൂജകളും നടത്തി സഹായം കിട്ടാൻ വേണ്ടി അവരാൽ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് പച്ചപ്പാവങ്ങൾ ചിന്തിക്കാതെ മനസ്സിലാക്കാതെ ബഹുദൈവങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവരിലേക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കണം ഇസ്ലാമിന്റെ ദഅവത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഒരുപാട് ആളുകൾ ദീൻ അറിഞ്ഞാൽ വരാൻ തയ്യാറായിരിക്കുന്നവരുണ്ട് ഇതിൽ തന്നെ എത്രയോ മുൻകാലങ്ങളിൽ മറ്റു മതങ്ങളിലുണ്ടായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഭാഗ്യം ലഭിച്ച ആളുകൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട് അല്ലാഹു അവരുടെ കുടുംബത്തിനും ഒക്കെ ദീനിലേക്ക് വരാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കുമാറാകട്ടെ ഒരുപാട് ആളുകളിലേക്ക് ദീൻ എത്തിച്ചു കൊടുക്കുക പൊന്നു മുഅ്മിനീങ്ങളെ ദീൻ എത്തിച്ചു കൊടുക്കും എന്തെങ്കിലും നിങ്ങൾക്കറിയുന്ന ഒരു നല്ല കാര്യം ഒന്ന് ഫോർവേഡ് ചെയ്തു കൊടുക്കുക ഒരു അമുസ്ലിം നമ്മൾ മുസ്ലിമീങ്ങൾ തമ്മിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അൽഹംദുലില്ലാഹ് അമുസ്ലിമീങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ അമുസ്ലിം ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന്റെ ഒരു ലിങ്ക് അയാൾക്ക് ഫോർവേഡ് ചെയ്ത് എപ്പോഴെങ്കിലും ചിന്തിച്ചിരിക്കാം എപ്പോഴെങ്കിലും ഒന്ന് നന്നായി ഈ ബഹുദൈവാരാധന നിർത്തി അല്ലാഹുവിന്റെ തൗഹീദിലേക്ക് കടന്നു വരാൻ അവർക്ക് തൗഫീഖ് ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യാം നമ്മുടെ എത്രയോ ആളുകൾ സുഹൃത്തുക്കൾ നമ്മുടെ അയൽവക്കക്കാർ കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ അല്ലാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ അവർ വിചാരിക്കുന്നത് കാര്യങ്ങൾ സാധിക്കുന്നുണ്ടല്ലോ എന്നാണ് നമ്മൾ പറയില്ലേ ചില വിഷയങ്ങളിലൊക്കെ സിഹർ പോലെയുള്ള മാരണങ്ങൾ സംഭവിച്ചാൽ അമ്പലങ്ങളിൽ പോകുന്ന ആളുകൾ മുസ്ലിമീങ്ങളുണ്ട് അവർ ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്ന വിഷയം അവർ മനസ്സിലാക്കാതിരിക്കാൻ അവർ ഇസ്ലാമെന്ന് പുറത്തു പോകും من أتى كاهنا أو عرافا فصدقه ما يقول فقد كفر بما أنزل على محمد صلى الله عليه وسلم ചിലർ പറയാറുണ്ട് ഇങ്ങനെ ആ അയ്യപ്പൻകാവിൽ പോയാൽ അല്ലെങ്കിൽ ആ ഒരു സർപ്പക്കാവിൽ പോയി അവിടെ ഒരു 10 രൂപ സംഭാവന ചെയ്താൽ അല്ലെങ്കിൽ 100 രൂപ കൊടുത്താൽ അസുഖം മാറുന്നുണ്ടല്ലോ എത്രയോ സ്ഥലത്ത് ഞങ്ങൾ പോയി എത്രയോ ഉസ്താദുമാരെ കണ്ടു എത്രയോ സയ്യിദന്മാരോട് തങ്ങന്മാരോടൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു അവരോടൊക്കെ ഖുർആൻ ഒരു മന്ത്രി ചൂരി വാങ്ങി എന്നിട്ടൊന്നും ശിഫയാകാതെ വന്നിട്ട് പിന്നെ അവസാനം ഒരാൾ പറഞ്ഞു ഇന്ന അമ്പലത്തിൽ ഗതികേട് കൊണ്ട് നിവൃത്തികേട് കൊണ്ട് അത് ചെയ്തു പോയി എന്റെ ചെവി കൊണ്ട് 2 സംഭവം ഞാനത് കേട്ടിട്ടുണ്ട് അവർ പറഞ്ഞു അന്ന് അറിയില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയി അവരെ സമീപിച്ചു സംഗതി ക്ലിയർ ആവുകയും ചെയ്തു നമ്മൾ മനസ്സിലാക്കണം എന്താണ് ക്ലിയർ ആവുന്നത് എന്ന് എങ്ങനെയാണ് ഈ സംഭവിക്കുന്നത് എന്ന് പിശാച് മനുഷ്യനിൽ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിൽ അവിശ്വസിക്കാനാണ് പിശാച് ഉദ്ദേശിക്കുന്നത് സിഹർ പോലെയുള്ള മാരണങ്ങൾ ചെയ്യുന്നത് പിശാചിന്റെ ഇടപെടൽ കൊണ്ടാണ് പിശാച് ഇടപെടുമ്പോഴേ സംഭവിക്കുള്ളൂ അപ്പോൾ പിശാചിന്റെ ഉദ്ദേശം നമ്മെ അല്ലാഹുവിൽ നിന്ന് അകറ്റലാണ് അത് നമ്മളിൽ നടന്നു കഴിഞ്ഞാൽ പിശാച് അവന്റെ പണി ഒഴിവാക്കും കാരണം അവന്റെ ലക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ യൂട്യൂബിലൊക്കെ കാണും ചില ഇംഗ്ലീഷുകാരായ ആളുകൾ ക്രിസ്ത്യാനികൾ എന്ന് പറയും ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ശാസനം ഞങ്ങൾ ഇറക്കിത്തരാന്ന് പറയും അങ്ങനെ അവർ ചെയ്യും അങ്ങനെ അസുഖമായി കിടന്ന ഒരാൾക്ക് ഇവര് യേശുവിന്റെ നാമം പറഞ്ഞിട്ട് ഈസാ നബി അലൈഹിസ്സലാമിനെ അവർ ദൈവമായി വിശ്വസിക്കുന്നവരാ അങ്ങനെ പേര് പറഞ്ഞ് ചികിത്സിച്ചിട്ട് പിശാചുബാധയുണ്ടായ ആണോ പെണ്ണോ
ആ ബാധയൊക്കെ ഒഴിവായി നല്ല നിലക്ക് ചർച്ചിൽ ഇറങ്ങിപ്പോകുന്ന വീഡിയോ വരെ അവരെടുത്ത് പ്രചരിപ്പിക്കാറുണ്ട്. എന്താ അതിന്റെ സത്യാവസ്ഥ എന്നറിയോ? പിശാചിന് വേണ്ടത് ഇത് തന്നെയാണ്. പിശാച് ഉദ്ദേശിക്കുന്നത് ഇതാണ്. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കുഫർ സംഭവിച്ചു. ഈ കുഫറാണ് അവന് വേണ്ടത്. അത് മതി, എന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, ഇനി ഞാൻ പോവാൻ. അവൻ ഇറങ്ങിപ്പോവും. ബഹുദൈവ ആരാധകരെ സമീപിച്ചു കഴിഞ്ഞാൽ, അമ്പലത്തിലോ മറ്റു പൂജ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ ചികിത്സിക്കാൻ ചെന്നാൽ അവിടുത്തെ പൂജാരി എന്തെങ്കിലും പറഞ്ഞ് പല മന്ത്രങ്ങളും ചൊല്ലിയിട്ട് അതിനെ ചികിത്സ ചെയ്താൽ പിശാച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എന്തെന്നറിയോ? പിശാചിന് വേണ്ടത് നിങ്ങൾ ഈ ചെയ്ത കുഫറാണ്. ഇത് ചെയ്യാനായി ഇവന് പണി മുഴുവൻ ചെയ്തത്, അതിൽ നിന്ന് ചെയ്തു, ഇനി ഞാൻ പോവാം. പക്ഷേ പരിശുദ്ധ ഖുർആൻ ഓതിയാൽ ഏത് പിശാചും ഇറങ്ങും. വിശുദ്ധ ഖുർആൻ ഓതിയാൽ പിശാച് ഇറങ്ങും. ഇവിടെ തന്നെ ഈ സദസ്സിൽ പിശാചു ബാധയുള്ള ഒരാളും ഇല്ല എന്നതിന്റെ അടയാളമാണ് ഇവിടെ ഖുർആൻ ഓതുമ്പോൾ ഇവിടുന്ന് ഒച്ചപ്പാടും ബഹളവും കേൾക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഖുർആൻ ഓതിയാൽ ഇവിടെ നിന്ന് ബഹളം വരും, ആർച്ച നിലവിളി വരും. ഒരു പിശാച് കാഫിറായ ഒരു ജിന്ന് ദേഹത്ത് കൂടി ഒരു മനുഷ്യൻ ഖുർആൻ കേട്ട് നിൽക്കാൻ പറ്റൂല. അവിടെ നിന്ന് ബഹളം തുടങ്ങും, എന്തെന്നില്ലാത്ത ഒരു ഇമ്മച്യൂർഡായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത അതാണ്. ഖുർആൻ അങ്ങ് തുടങ്ങിയാൽ പിശാച് ഇളകും. പക്ഷേ അത് ഓതേണ്ട ആളുകൾ ഓതുന്ന അവസ്ഥയിൽ നല്ല രീതിയിൽ നല്ല നീയത്തോടുകൂടെ ചെയ്താൽ ഇറങ്ങിപ്പോവാത്തൊരു പിശാചുമില്ല. അതിനെ കാത്തു നിൽക്കാതെ നമ്മൾ ഹറാമിലേക്ക് പോകരുത്, കുഫറിലേക്ക് പോകരുത്. പിശാച് നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നതിന് അതാണ്. അത് നിങ്ങൾ ചെയ്താൽ ഉടനെ അവൻ ഇറങ്ങിപ്പോകും. അതാണ് അമ്പലത്തിൽ പോയി ശരിയായല്ലോ, അവിടെ ചർച്ചിൽ പോയപ്പോൾ ശരിയായല്ലോ എന്നൊക്കെ പറഞ്ഞതിന്റെ സാരം അതാണ്. പിശാചിന്റെ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിച്ചു കൊടുത്തു. നമ്മളെ കൊണ്ട് കുഫർ ചെയ്യാൻ അവൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിത് ചെയ്യരുത്, നമ്മളങ്ങോട്ട് പോകരുത്. അള്ളാഹുവിന്റെ കലാം ഭൂമിയിൽ നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ ഇതിനപ്പുറം ഒരു ചികിത്സയുടെ ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ അപാരമായ അത്ഭുതമാണ്. ഖുർആൻ കൊണ്ട് ചികിത്സിച്ചിട്ട് എത്ര ആളുകളാണ്. അതുകൊണ്ടേ മാറുള്ളൂ. അതാണ് അത്ഭുതം. ഖുർആൻ കൊണ്ട് മാറുന്ന മാറ്റം എന്നേക്കുമുള്ള മാറ്റമാണ്. പിശാചിന്റെ സേവ ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയ ആള്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അമ്പലത്തിൽ പോയിട്ട് പൂജാരിയുടെ അടുക്കത്ത് ചെന്നിട്ട് വല്ലതും ചോദിച്ചു വാങ്ങുന്ന ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. ചിലപ്പോഴൊക്കെ നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ചില അമ്പലത്തിന്റെ മുറ്റത്ത് പർദ്ദ ധരിച്ച പെണ്ണുങ്ങള്, ഈ പർദ്ദ ധരിച്ച മുസ്ലിമീങ്ങളല്ലേ, അവർ പോകുന്ന എന്തിനാ? സിഹ്റ ചെയ്യാൻ, മാരണം ചെയ്യാൻ. തൊട്ടതിനും പിടിച്ചിനൊക്കെ മരണം നടക്കുന്ന കാലാണിത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ എങ്ങാനും ഒരു പിശാചിന്റെ സേവ കൊണ്ട് നിങ്ങൾ ചികിത്സിച്ചു എന്ന് വിചാരിക്കാം. അവർ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്നവരാണ്, അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെയാണ് അവർ പൂജിക്കുന്നത്, അവരുടെ നാമം നിമിച്ചുകൊണ്ടാണ് അവർ പണി ചെയ്യുന്നത്. എങ്ങാനും ഒരു സാങ്കല്പിക ഒരു താൽക്കാലിക ആശ്വാസം കിട്ടിയാൽ തന്നെ കുറച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ചു വരും. ഈ അസുഖം നിങ്ങൾക്ക് തിരിച്ചു വരും, ആ പ്രയാസം തിരിച്ചു വരും, വീണ്ടും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ ചെയ്തു തുടങ്ങിയാൽ ആ പിശാച് പിന്നെയും അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥകൾ വരും. നേരെ മറിച്ച് പെർമനന്റ് ആയിട്ട് എന്നേക്കുമായിട്ട് ഇല്ലാതായി പോകണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് ചികിത്സിക്കണം. ഖുർആൻ അങ്ങ് കേട്ടുകൊടുത്താൽ, അങ്ങ് കേൾപ്പിച്ചു കൊടുത്താൽ പിശാചിനോട് നിൽക്കാൻ പറ്റൂല. അത് അള്ളാഹുവിന്റെ കലാമിന്റെ ഒരു വലിയ അത്ഭുതമാണ്. ജിന്ന് വിശ്വസിക്കാതെ ചെയ്യുന്ന ആള്, വിശ്വസിക്കാത്ത അങ്ങനത്തെ ആൾക്കാർ മുസ്ലിമുകൾ ഉണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നു. അത് മിനൽ ജിന്നത്തി വന്നാസ്, ഖുർആന്റെ അവസാനത്തെ ആയത്തതാണ്. മനുഷ്യരും ജിന്നുകളും ഇവിടെയുണ്ട്. മിനൽ ജിന്നത്തി വന്നാസ്. പിശാചുക്കൾ ശരീരത്തിൽ കയറിയാൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാരണങ്ങൾ സംഭവിച്ചു പോയാൽ അതിന്റെ ചികിത്സ അള്ളാഹുവിന്റെ കലാമ് കൊണ്ടാണ്. അമ്പലത്തിൽ പോകരുത്, ചർച്ചിലേക്ക് പോവേണ്ട, മറ്റു പൂജാരികളുടെ അടുത്തേക്ക് പോവല്ലേ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന, ജീവിതത്തിൽ സൂക്ഷ്മതയുള്ള ആളുകളുടെ അടുത്തേക്ക് പോയി അവരോട് ഖുർആൻ ഓതിപ്പിക്കുക. അവരോട് ശുദ്ധ ഹദീസുകളുടെ ദുആകളുണ്ട്, നബിതങ്ങൾ പറഞ്ഞ മാർഗങ്ങളുണ്ട്, അവരിൽ നിന്ന് റുഖ്യ ചെയ്യിപ്പിക്കുക. റുഖ്യ എന്ന് പറഞ്ഞാൽ മന്ത്രി ചൂതുകാന്ന. എന്തേ മന്ത്രി ചൂതുകാന്ന? ഖുർആൻ ഓതിയിട്ട് രോഗിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് തലയിലേക്ക് ഊതി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഖുർആൻ ഊതിയിട്ട് കുടിക്കാൻ വേണ്ടി കൊടുക്കുക. ഇത് ശറഈൽ അംഗീകരിക്കപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്ത ശറഈന്റെ രീതിയാണ്. അതിലൊന്നും ഒരു ഖുറാഫാത്തും വരാൻ പോകുന്നില്ല. ശറഈന്റെ രീതിയാണ്. അങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. അപ്പോ ആ പൈശാചികമായ വിഷയങ്ങൾ ദീനിലേക്ക് കടന്നു വരണം, ദീനുമായി ബന്ധപ്പെടണം. ഖുർആൻ ഓതുക, നിരന്തരമായി ഖുർആൻ ഓതുന്ന ആളുകൾക്ക് പിശാചിന്റെ ശല്യം ഉണ്ടാവുക. ആ ഖുർആൻ ഇല്ലാതെ പോയാൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ സ്കൂളിൽ തന്നെ കഴിഞ്ഞ വർഷം എൻ്റെ കൊളീഗ് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്ലാമിക് ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോൾ ഒരു വാങ്ക് കൽപ്പിക്കേണ്ടി വന്നു. വാങ്ക് പ്ലേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു കുട്ടി, ആ കുട്ടി ഇപ്പോൾ അവിടെ അല്ല, ഒരു അമേരിക്കൻ കുട്ടി, പെട്ടെന്ന് അട്ടഹസിക്കാൻ തുടങ്ങി. എന്തെന്നില്ലാത്ത അട്ടഹാസം. വാങ് പ്ലേ ചെയ്യുന്നതൊരു വീഡിയോ ഒന്നാണ്, ഒരു ഇസ്ലാമിക്
ദ എംപയർ ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി ഉണ്ട് ഇസ്ലാമിനെ നബിതങ്ങളെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ തുടക്കത്തിൽ വാങ്ങുന്നുണ്ട്. അതാണ് പ്ലേ ചെയ്തത്. എന്റെ കൂടെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ വീഡിയോ ഞാനാ കൊടുത്തത്, നിങ്ങൾ പ്ലേ ചെയ്തേക്കെന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് കുട്ടി അങ്ങ് ചീറാൻ തുടങ്ങി. ഭയങ്കരമായ അങ്ങനത്തെ വീഡിയോ. അത് ബാങ്ക് ഓഫ് ചെയ്തു, ആള് ശാന്തമായി. ഈ വാങ്കിനും ഒരു പ്രത്യേകത ഉണ്ട്. അങ്ങനെ വാങ്ക് കൊടുത്താൽ പിശാചിൽ നിൽക്കാൻ പറ്റൂല, ഖുർആൻ ഓതിയാലും നിൽക്കാൻ പറ്റൂല. അപ്പൊ എന്തെങ്കിലും അവസ്ഥയിൽ കുട്ടിയുടെ ദേഹത്ത് കയറി കൂടിയിരിക്കണം, നമുക്കറിയില്ല. അപ്പോഴേ ഇങ്ങനെ സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ നോർമലായിട്ട് കേൾക്കാൻ പറ്റും. പിശാച് കൂടെ ഉണ്ടോ നിൽക്കാൻ പറ്റൂല, വളരെ അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യും. അപ്പൊ അല്ലാഹുവിന്റെ കലാം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ അതിനെ ഉപേക്ഷിച്ചു കൊണ്ടുപോകല്ലേ. വത്തഖദൂ മിൻ ദുനില്ലാഹി ആലിഹ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളാണ് മറ്റു ദൈവങ്ങളെ ചെന്ന് പൂജിക്കുന്നത്, മറ്റു ദൈവങ്ങളുടെ ആരാധന നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചെന്ന് സമീപിക്കുന്നത്. ലഅല്ലഹും യൻസുറൂൻ, അവർ സഹായിക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പോകുന്നത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോകുന്നത്. ലാ യസ്തതീഉന നസ്റഹും, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ കിട്ടുന്നതല്ലാതെ അല്ലാഹു ഏതര ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് അവരാരും സഹായിക്കാൻ പോകുന്നില്ലേ. വഹും ലഹും ജുൻദും മുഹ്ളറൂൻ, ഈ ആരാധിക്കുന്നവരും ആരാധിക്കപ്പെടുന്നവരും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവരാണ്. ലാ യസ്തതീഉന നസ്റഹും വഹും ലഹും ജുൻദും മുഹ്ളറൂൻ. ഒന്നുകൂടെ പറയാണ്, പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. നാട്ടിലൊക്കെ പെണ്ണുങ്ങളാണ് ഈ പണിക്കിറങ്ങുന്നത്. അമ്പലത്തിലും പൂജാരിന്റെ അടുത്തും അവിടെ ഇവിടെ കണ്ടോന്റെ അടുത്തൊക്കെ ജിന്നു കൂടി എന്ന് പറഞ്ഞാൽ അവിടെ തിരക്കാണ്. ജിന്നു കൂടെ എന്ന് പറഞ്ഞ വലിയ അത്ഭുതമൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് ഇത് വേണം ജിന്ന് ഒരു പണിയില്ല ജിന്ന് കിട്ടാൻ. അത് ചെയ്യരുതെന്ന ഉലമാവ് ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ്. ഒരു ജിന്നിനെ പിടിക്കുന്ന ഒരു പണിയുടെ സംഭവമല്ല. അത് വലിയ അത്ഭുതവും കറാമത്തും അല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ദീനും ഇൽമാണ്. ഇൽമുണ്ടോ ദീനുണ്ടോ, അതാണ് ഏറ്റവും വലിയ കറാമത്ത്, വലിയ അത്ഭുതം. അതാണ്. എന്നല്ലാതെ പിശാച് സേവയോ ജിന്ന് സേവയോ അതൊന്നുമല്ല വിഷയം. അതൊക്കെ ആർക്കും അതിന്റെ പണി ചെയ്താൽ അത് പിന്നാലെ കൂടും. അതിനൊന്നും വിഷയമല്ല. ആളുകൾ അങ്ങ് ഓടി ചെല്ലുകയാണ്. പിന്നെ അവിടെ തിരക്ക്. എന്തിന്? ആരാണ് ഈ ചെയ്യുന്നത്? ആരാണ് ഈ ആള്? ഇവരുടെ ദീൻ എത്രയാണ്? തഖ്വ എത്രയാണ്? നിസ്സാരമുണ്ടോ? അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? പൈസയിലുള്ള സൂക്ഷ്മത എന്തൊക്കെയാണ്? എന്താണ് ഇവർ ചെയ്യുന്നത്? ഇതൊന്നും അറിയാതെ, ജാതിയും മതവും നോക്കാതെ ഓടുകയാണ്. അതുകൊണ്ട് അത്രയും ഈമാൻ ദഈഫായി പോവല്ലേ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വല്ല അമ്പലത്തിലോ വല്ല പൂജാരിന്റെ അടുത്തോ നമ്മൾ കയറി ചെന്നാൽ, അവരുടെ ആത്മീയമായ ചികിത്സ സ്വീകരിച്ചാൽ, ഒരു ഹിന്ദു ഒരു പക്ഷെ ഡോക്ടറായിരിക്കാം, ഫിസിഷ്യൻ ആയിരിക്കാം, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരു ഹിന്ദു ചികിത്സിക്കുന്നത് മന്ത്രം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് ഹറാമാണ്. ഒരു വൈദ്യൻ ഹിന്ദു ആയിരിക്കാം, അയാൾ മരുന്ന് തരും, നിങ്ങൾക്ക് പച്ചമരുന്ന് എഴുതി തരുന്നു, കുഴപ്പമില്ല. അവരുടെ ഗുളിക എഴുതി തരുന്നു, കുഴപ്പമില്ല. പക്ഷെ അവർ മന്ത്രം ജപിച്ച് അവരുടെ ആത്മീയ ചികിത്സയാണോ, നമുക്കത് ഹറാമാണ്, ചിരിക്കാൻ പറ്റാത്തതാണ്. അത് നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കുക, പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദി, കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളിൽ നിന്ന് കാവൽ തരണേ എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം, പെണ്ണുങ്ങൾ നഫ്ഫാസൂന എന്നായിരുന്നെങ്കിൽ ആണുങ്ങളാണ്, നഫ്ഫാസാതി പെണ്ണുങ്ങൾ. കാരണം പെണ്ണുങ്ങൾക്കാണ് ഈ ടെൻഡൻസി കൂടുതൽ വരാറ്. അവരാണ് പെട്ടെന്ന് അവളെ ഞാൻ പണി കൊടുക്കാം എന്ന് പറഞ്ഞു പോവാണ് നിസ്സാര പ്രശ്നങ്ങൾക്ക്. ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ പാർട്ട്ണർഷിപ്പ് തരുമെന്ന് ചോദിച്ചു വരുന്നുണ്ട്, തരാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ കടന്റെ താഴെ അതും ഇതൊക്കെ കൊണ്ടുവന്ന് വല്ല തകിടും അതും ഇതും വെച്ചിരി പോവാണ്. സുബ്ഹാനല്ലാഹ്, എന്താ മുഅ്മിനീങ്ങളെ ഭയങ്കര ഗൗരവമാണ് കാലം. വല്ലാത്ത എന്താ നാട്ടിലെ അവസ്ഥ എന്നറിയാം. ഇവിടെ ഉണ്ട് വേറെ പല രാജ്യക്കാരൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നാട്ടിലിത് കൂടാണ്. എന്റെ സുഹൃത്തിന്റെ വേള പറയുന്ന ഉസ്താദിന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ, പച്ച സാധുവാണ്, അദ്ദേഹത്തിന്റെ വാഹനത്തിലുണ്ട് ഈ കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാൻ പറയാം. ഒരു അറിയാത്തൊരു വീട്ടിൽ നിന്നൊരു ഭക്ഷണമോ വെള്ളമോ കുടിക്കാൻ പറ്റാത്ത കാലാണിത്. അസൂയക്കാരും കൊലപാതകം വരെ ചെയ്യാൻ മടിക്കാത്ത മനുഷ്യന്മാരെ സിഹറിലൂടെ പച്ച മാരണം ചെയ്തിട്ട് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റൊക്കെ ഇടക്കിടക്ക് അയച്ചു നോക്കണം, അതിന്റെ ഉള്ളിൽ തിരികെ വെച്ചിട്ടുണ്ടാവുന്നു. 6 പ്രാവശ്യം ആക്സിഡന്റ് ആയിരുന്നു നമ്മുടെ നാട്ടിലെ പ്രഗത്ഭനായ ഒരു ഉസ്താദിന്റെ വാഹനം. 6 പ്രാവശ്യം നോക്കുമ്പോൾ 6 പ്രാവശ്യം ഉള്ളിൽ തിരികെ വെച്ചിട്ടുണ്ട്. വാഹനം മാറ്റി. നമ്മൾ അറിയുന്ന കേസുകൾ. ഇത് ചെയ്യുന്ന ആൾക്കാർ ആരാന്നറിയോ? മുസ്ലിമീങ്ങളെന്ന് പറയുന്ന വലിയ തീവ്രതയുള്ള ആളുകളാണെന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്ന പണികൾ. അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഒരു വിചാരിക്കുന്നതൊക്കെ ജായിസാണ് വിചാരം. ശത്രുക്കളെ തോൽപ്പിക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റുന്നതായി പറയുന്നത്. പച്ച സിഹർ ചെയ്യുക അക്ബറുൽ കബായിറാണ്, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് ഇതൊക്കെ. നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി പിശാചിന്റെ സേവ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുക.
ഹാം ചെയ്യുക, മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുക. തകിടിന് ഉറുപ്പ്യ 6 റുപ്യ 9 റുപ്യ തകിടിന് വില. ഈ മനുഷ്യന്റെ ജീവിതം ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും ഇതൊന്ന് രക്ഷപ്പെട്ടു കിട്ടണമെങ്കിൽ. നിസ്സാര വിഷയങ്ങൾ ചെയ്തിട്ട് നിസ്സാരമായ വിഷയങ്ങൾക്ക് വേണ്ടി പകയും ശത്രുതയും കൊണ്ട് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ഈ കളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കാവൽ ചോദിക്കാൻ പറഞ്ഞു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ധാരാളം ഓതണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും പിശാചിന്റെ ശല്യമുണ്ടായി അല്ലെങ്കിൽ സിഹറിന്റെ ബാധയുണ്ടായ സമയത്ത് അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് 6 മാസം. പക്ഷെ ആ നിബിധങ്ങൾക്കുണ്ടായ സംഭവത്തിൽ നിബിധങ്ങളുടെ ബുദ്ധിക്ക് ഒരു ഖലൽ സംഭവിച്ചിട്ടില്ല, നിബിധങ്ങളുടെ ദഅവത്തിന് തടസ്സം സംഭവിച്ചിട്ടില്ല, നിബിധങ്ങളുടെ നുബുവത്തിന് ഒരു ഖലലും സംഭവിച്ചിട്ടില്ല. പക്ഷെ നിബിധങ്ങൾക്ക് ഒരു അസുഖമുണ്ടായിട്ടുണ്ട് 6 മാസം. ആ അസുഖം സംഭവിച്ചത് ബനൂ സുറൈഖ് ഗോത്രത്തിലെ ലബീദ് ബിൻ ആശം എന്ന് പറഞ്ഞൊരു ജൂതൻ നിബിധങ്ങൾക്ക് ഇങ്ങനൊരു മാരണം ചെയ്തു വെച്ചപ്പോഴാണ്. ആ മാരണം എടുത്തു നീക്കാൻ, അതിനെ ചികിത്സിക്കാൻ വേണ്ടിയാ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഈ 2 സൂറത്തുകളും ഇറങ്ങിയത് ആ സമയത്താണ്. അത് നിബിധങ്ങൾക്ക് വേണ്ടി ഇറക്കി കൊടുത്തു. 11 കെട്ടുകളിട്ട് ചെയ്ത ആ മാരണത്തിൽ ഓരോ ആയത്തോതിയപ്പോഴും ഓരോ കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരുന്നു. 11ാമത്തെ ആയത്ത് മിനൽ ജിന്നതി വന്നാസ് അങ്ങ് ഓതിയപ്പോഴേക്കും കഅന്നമാ നശിത മിൻ ഇഖാൽ ബോധരഹിതരായി വീണുപോയ ഒരാൾക്ക് ബോധം ലഭിച്ച് തിരിച്ചു വരുന്ന പോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്മേഷവാനായി എഴുന്നേറ്റ് നിന്നു. മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ തഫ്സീറിൽ പറയുന്നു, അല്ലാമ ഖുർത്തുബി തങ്ങൾ, ഫഖറുദ്ദീൻ റാസി തങ്ങൾ ഉമ്മഹാത്തു തഫാസീർ മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടായി. എന്തിനാണെന്നറിയോ? നമുക്കങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്ന് പരിഹാരം പറഞ്ഞു തരാനാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ രക്ഷിക്കാൻ അള്ളാഹുവിന് സാധിക്കാത്തത് കൊണ്ടല്ല. പക്ഷേ നിബിധങ്ങൾ ജനങ്ങൾക്ക് മാതൃകയായി വരുന്നവരാ. ഖിയാമത്ത് നാൾ വരെ പണി ലോകത്ത് നടക്കുന്ന. അത് നടന്നാൽ നമ്മൾ എങ്ങനെ അതിനെ നേരിടണം, എങ്ങനെയാണ് അതിന്റെ ചികിത്സ, നമ്മൾ എങ്ങനെയാണ് അത് നേരിടേണ്ടതെന്ന് പഠിപ്പിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് ഈ സംഭവങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും വർദ്ധിപ്പിക്കുക. അള്ളാഹു നമുക്ക് പ്രൊട്ടക്ഷൻ, അള്ളാഹുവിന്റെ കാവൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വ ആലിഹി. بسم الله الرحمن الرحيم. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون فلا يحزنك قولهم. അഷ്റഫുൽ ഖൽഖിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലാ യഹ്സുൻക നബിയെ അങ്ങയെ സങ്കടപ്പെടുത്തരുത്. ഖൗലുഹും അവര് പറയുന്നത് നബിയെ അങ്ങയെ സങ്കടപ്പെടുത്തരുത്. നബി തങ്ങൾ ദാഇയാണ്, പ്രബോധകരാണ്. ബഹുദൈവാരാധന നടക്കുന്ന ഒരു സമൂഹത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ആരാധിക്കാവൂ എന്ന് പറയുന്നത്. ആദ്യമായി ഒരാൾ നോക്കണം, മക്കയിൽ നിന്ന് 70,000 ആളുകളുണ്ടെന്ന മക്കയുടെ പോപ്പുലേഷൻ ബിറ്റ്വീൻ 60,000 to 70,000. 60,000-നും 70,000-നും ഇടയിൽ ആളുകളുള്ള മക്കയിലെ ആ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ആദ്യമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഒരുവനാണ്, ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ഒരുവൻ മാത്രമാണ്, 2 വർഷം ഉണ്ടാവാൻ പറ്റില്ലല്ലോ, ഒന്ന് എല്ലാറ്റിനും ശേഷിയുള്ള ഒരുവൻ, ആ അല്ലാഹുവിനെ ആരാധിക്കാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ആ രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളൊക്കെ ഒരു കാര്യം വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഇടയ്ക്ക് ഒരാൾ എഴുന്നേറ്റ് അതിന് ടോട്ടലി കോൺട്രറി ആയിട്ട് അതിനെതിരായിട്ടൊരു വിഷയം പറയുമ്പോൾ അതിലൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ആ ആൾക്ക് ഫേസ് ചെയ്യേണ്ടി. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരത് അവർക്ക് പ്രശ്നമില്ല, അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ട്, അള്ളാഹുവാൻ പണി ചെയ്യാൻ നിയോഗിച്ചത് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. നബി ഒരുപാട് അവർ വിഷമിപ്പിച്ചു. ഒരു മനുഷ്യനെ ഹർട്ട് ചെയ്യുന്ന, ഒരു മനുഷ്യനെ വിഷമിപ്പിക്കുന്നത് വാക്കുകളിലൂടെയാണ്, അല്ലെ? വാക്കുകളാണ് മനുഷ്യന്റെ ഒരു കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചാൽ ആ മുറിവ് കൂടിച്ചേർന്നേക്കും. പക്ഷെ നാവ് കൊണ്ട് മുറിവേൽപ്പിച്ചാൽ ആ മുറിവ് കൂടിച്ചേരാൻ പ്രയാസം ഉണ്ടാവും. നമുക്കൊക്കെ നാട്ടിലെ എല്ലാ വിഷയങ്ങളും അങ്ങനെയല്ലേ? കുടുംബ പ്രശ്നങ്ങളൊക്കെ ഓൾ അത് പറഞ്ഞു കുറച്ചോനോൾ അതിനപ്പുറം പറയും. ഇങ്ങനെ പറഞ്ഞതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനത്തിന് വ്യാഖ്യാനം, അതിന് വ്യാഖ്യാനം, ആ പറഞ്ഞോളത് അപ്പോഴേ മറന്നിട്ടുണ്ടാവും. ഈ കേട്ടവള് പോയിട്ട് മറ്റുള്ളവരോട് മുഴുവനും പറഞ്ഞുകൊടുത്ത് അങ്ങനെ പ്രശ്നങ്ങൾ. എന്തേ ഒരു വാക്ക്, ഒരൊറ്റ വാക്ക്. അതുകൊണ്ട് കുറെ ആൾക്കാർ മിണ്ടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, മിണ്ടിയാലല്ലേ കുഴപ്പമുള്ളത്, മിണ്ടണില്ല.
ഇനി ഒരാൾ മിണ്ടാതിരുന്നാൽ അത് കുഴപ്പമാണ്. ഓള് തീരെ മുണ്ടൂര, ഓരോ അഹങ്കാരം. ഓള് വിചാരിച്ചു ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കുഴപ്പമുണ്ടാണ്ടെന്ന് ഞാൻ ഉണ്ടായിരിക്കായിരുന്നു ചിലപ്പോ. അപ്പൊ അതിന് കുഴപ്പമാണ്. മിണ്ടിയാ പിന്നെ കുഴപ്പത്തോട് കുഴപ്പം. ഇതെന്താ മനുഷ്യൻ ചെയ്യാം? അതുകൊണ്ട് നമ്മളോടൊക്കെ അള്ളാഹുവിന്റെ ഒരു വാക്കാണത്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട കൗലുഹും, ആളുകളുടെ പറച്ചിലുകൊണ്ട് വാക്കുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന വിഷമം അത് നിങ്ങൾ സങ്കടപ്പെടുത്തേണ്ടതില്ല. ഫലാ യഹ്സുൻക ഖൗലുഹും, നിങ്ങളുടെ ഭാഗം ശരിയാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് സത്യമാണെങ്കിൽ, അള്ളാഹുവിന് പൊരുത്തമുള്ളതാണെങ്കിൽ, ലോകം മുഴുവൻ ഇത് ഇറങ്ങി തിരിച്ചു എന്ന് വിചാരിക്കുക, ഒരൽപ്പവും സങ്കടപ്പെടാനില്ല. ഫലാ യഹ്സുൻക ഖൗലുഹും ഫലാ യഹ്സുൻക ഖൗലുഹും, നിങ്ങൾ അതിൽ സങ്കടപ്പെടരുത്. നിങ്ങൾ പറയാത്തത് പറഞ്ഞു എന്ന് പറയുകയോ, നിങ്ങൾ ചെയ്യാത്തത് ചെയ്തു എന്ന് പറയുകയോ, നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്യുകയോ, അങ്ങനെയൊക്കെ സംഭവിക്കും. ഈ ലോകം അങ്ങനെയാണ്. നമ്മൾ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ തെരുവ് നായ്ക്കളുണ്ടെങ്കിൽ അവ കുരക്കുന്ന കണ്ടില്ലേ? തെരുവ് രാത്രിയൊക്കെ യാത്ര ചെയ്യാൻ, പ്രത്യേകിച്ചും ഓട്ടോറിക്ഷയിലും കാറിലൊക്കെ പിന്നാലെ വരും. അവരെ കുത്താൻ വരികയാണെന്ന് അവർക്ക് തോന്നുകയാണ്. ഈ സാധു വഴിക്ക് പോണേ ഉള്ളൂ, എന്നാലും അവ കുരച്ചു നോക്കും. പിന്നെ ഓടി ഓടി രക്ഷപ്പെട്ടാലാ കുര നിർത്തിയൊരു തിരിച്ചുള്ളൂ. ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാർ ലോകത്തുണ്ട്. തെരുവ് നായ്ക്കളെ പോലെ കടിച്ചു കയറാൻ വരുന്നവർ. നിങ്ങൾ അവരെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ അറ്റാക്ക് ചെയ്ത് നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ വ്യക്തിജീവിതം, നിങ്ങളുടെ എല്ലാത്തിനെയും അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയിൽ അധപ്പതിച്ചു പോയൊരു സംസ്കാരം നമ്മുടെ നാട്ടിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നല്ല ബോധം കൊടുക്കുമാകട്ടെ. ഏറ്റവും നല്ല പരിഹാരം, ആ തെരുവ് നായ്ക്കൾ പിന്നാലെ കൂടിയാൽ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ വാഹനം ഓടിച്ചു പോകുന്നില്ലേ, ആ പോക്കന്നെയാണ്. നിങ്ങൾ അങ്ങ് ഡിസപ്പിയർ ആയി കഴിഞ്ഞാൽ കുര നിർത്തിക്കോളും. നിങ്ങൾ അവയുടെ അധികത്തേക്ക് വന്നാൽ വീണ്ടും കുരക്കും. ഇങ്ങനെ മനുഷ്യൻ വിഷമിപ്പിക്കുന്ന വാക്കുകൾ ലോകത്ത് ഒരുപാട് നടക്കുന്നുണ്ട്. ഫലാ യഹ്സുൻക ഖൗലുഹും, അഷ്റഫുൽ ഖൽഖായ നബിയെ അങ്ങയെ വിഷമിപ്പിക്കുകയും അങ്ങയുടെ കുടുംബത്തെ ദ്രോഹിക്കുകയും അങ്ങയുടെ മക്കളെ, അങ്ങയുടെ അനുയായികളെ മോശമായി പറയുകയും ചെയ്യുന്ന ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. നിങ്ങൾ അത് കേട്ടൊന്നും വിഷമിക്കരുത് നബിയെ. അള്ളാഹുവിന്റെ വാക്കാണ്. അള്ളാഹുവിന് വേണമെങ്കിൽ നോക്കണം, ഖുർആന്റെ ശൈലി നോക്കണം. അവരുടെ വാക്കുകൾ കേട്ട് അങ്ങ് സങ്കടപ്പെടരുത് നബിയെ. ഇത് പറയിപ്പിക്കാതെ അവരുടെ വായെ മൂടിവെക്കാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു. അങ്ങനെ ഒരു വാക്ക് നബിക്കെതിരെ പറയുമ്പോഴേക്കും നാവ് കുഴഞ്ഞു പോകുന്ന രീതിയിൽ അള്ളാഹുവിനെ അവരെ പരീക്ഷിക്കാമായിരുന്നു. അവരെന്തെങ്കിലും പറയുന്നത് നിബിധങ്ങൾ കേൾക്കാത്ത വിധത്തിൽ, നിബിധങ്ങൾക്കത് കേൾവി കൊടുക്കാതെ അള്ളാഹു നബിയെ സംരക്ഷിക്കാമായിരുന്നു. അതൊന്നുമല്ല റബ്ബ് ചെയ്തത്. ലെറ്റ് തിങ്സ് ഗോ ആസ് യൂഷ്വൽ, കാര്യങ്ങളൊക്കെ നടക്കുന്ന പോലെ നടക്കട്ടെ. അവർ പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ട്. അവരുടെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിങ്ങൾ അറിയുന്നുണ്ട് നബി. ഫലാ യഹ്സുൻക ഖൗലുഹും, അത് കേട്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഖുർആന്റെ അല്ലാഹുവിന്റെ ആജ്ഞയാണ്. നിങ്ങൾ സങ്കടപ്പെടരുത് നബിയെ, നിങ്ങൾ സങ്കടപ്പെടേണ്ട. ഫലാ യഹ്സുൻക ഖൗലുഹും, അല്ലാഹു നൽകുന്ന ആശ്വാസമാണ്. നബിക്ക് വിഷമമുണ്ടായിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഷരീഫാൻ ബനു ഹാഷിം കുടുംബത്തിൽ ഖുറൈശി തറവാട്ടിലുള്ള നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അന്നത്തെ മക്കയിലെ ഏറ്റവും വലിയ തറവാടുള്ള കുടുംബമാണ് ഖുറൈശികൾ. ആ കുടുംബത്തിൽ വന്ന 40 വയസ്സുവരെ അൽ അമീൻ എന്നറിയപ്പെട്ട, നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, 40 വയസ്സുവരെ കുഴപ്പമുണ്ടോ? ഇല്ല. 40 വയസ്സുവരെ നബി അവരുടെ ആളാണ്. പക്ഷെ അവരുടെ ആശയത്തിനെതിരെ നിബിധങ്ങൾ പ്രഖ്യാപിച്ചപ്പോഴേക്ക് നിബിധങ്ങൾ ഖദ്ദാബ്, നിബിധങ്ങൾ നുണ പറയുന്ന ആൾ, നിബിധങ്ങൾ സാഹിർ, നിബിധങ്ങൾ കാഹിൻ, നിബിധങ്ങൾ ഒന്നിനും പറ്റാത്തവൻ. എന്തു പറ്റി? നിബിധങ്ങൾ എന്ത് ചെയ്തു? അവരുടെ ആശയത്തിനെതിരായി സംസാരിച്ചു. ബഹുദൈവ ആരാധനയാണ് അവരുടേത്. നിബിധങ്ങൾ തൗഹീദിന് വേണ്ടി സംസാരിച്ചു. അപ്പോഴേക്കും അതുവരെ മിത്രമായിരുന്ന ആൾ അവർക്ക് ശത്രുവായി മാറി. ലോകത്തിന്റെ ചിത്രം ഇതാണ്. നബിയെ അങ്ങ് വിഷമിക്കരുത്. ഫലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ വാക്കുകൾ അങ്ങയെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇന്നാ നഅലമു, നാം അറിയുന്നുണ്ട് നബിയെ, മാ യുസിറൂന, അവര് സാര്യമായി ചെയ്യുന്നത്, മാ യുഅ്ലിനൂൻ, അവര് പരസ്യമായി ചെയ്യുന്നതും നാം അറിയുന്നുണ്ട് നബിയെ. നബിതങ്ങൾക്കുണ്ടായ എതിർപ്പുകൾ 2 രീതിയിലാണ്. ഒന്ന് നബിതങ്ങളോട് ഓപ്പണായിട്ട് വളരെ ഓപ്പണായിട്ട് നബിതങ്ങൾ എതിർത്തിരുന്ന ആളുകളുണ്ട്. അവരാണ് കുഫാർ എന്ന് പറയാം. ചിലര് ഓപ്പണായിട്ട് പറയില്ല, പക്ഷേ വളരെ മുമ്പിൽ മുസ്ലിമായിട്ട് അഭിനയിക്കുന്നു. കൽബിന്റെ ഉള്ളിൽ കുഫറാണ്, കൽബിന്റെ ഉള്ളിൽ അവിശ്വാസമാണ്. അത് മറച്ചു പിടിച്ച് എന്നാൽ സന്ദർഭം കിട്ടിയാൽ നബിതങ്ങൾക്ക് അറ്റാക്ക് ചെയ്യുന്ന, നബിതങ്ങളെ സ്റ്റാമ്പ് ചെയ്യാൻ, നബിതങ്ങളുടെ പിന്നിൽ നിന്ന് സംസാരിക്കാൻ ഉറപ്പെടുന്ന ആളുകൾ മുനാഫിക്കുകളുമുണ്ട്. അതുകൊണ്ടാണ് മാ യുസിറൂന എന്ന് പറഞ്ഞ ആയത്തിന് അൽ മുനാഫിഖീൻ, ആരൊക്കെയാണ് കപടവിശ്വാസികൾ എന്ന് നബിയെ നമുക്കറിയാം. വമാ യുഅ്ലിനൂൻ, ആരൊക്കെയാണ് ഓപ്പണായിട്ട് അങ്ങ് എതിർക്കുന്നത് അത് നമുക്കറിയാം നബിയെ.
فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസ്സിലത്തിൽ പറയുന്ന ഒരു ആയത്ത് കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون وذلكم ظنكم الذي ظننتم بربكم أرداكم فأصبحتم من الخاسرين. وما كنتم تستترون നിങ്ങൾ എന്താണ് അല്ലാഹുവിനെ സൂക്ഷിക്കാതിരുന്നത്? أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم നിങ്ങളുടെ കണ്ണുകളും കാതുകളും തൊലിപ്പുറം പോലും നിങ്ങൾക്കെതിരിൽ സാക്ഷി നിൽക്കാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാതെ ولكن ظننتم നിങ്ങൾ വിചാരിച്ചുവല്ലേ أن الله لا يعلم كثيرا مما تعملون നിങ്ങൾ ചെയ്യുന്ന പലതും അല്ലാഹു അറിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോ? അല്ലാഹു ചോദിക്കാൻ നിങ്ങൾ വിചാരിക്കണ്ടോ ഇന്നപ്പോ പഠിച്ചവൻ കാണുന്നുണ്ടാവില്ല, ഞാൻ ഈ ചെയ്യുന്ന പഠിച്ചവൻ അറിയുന്നുണ്ടാവില്ല, നിങ്ങൾ അങ്ങനെ വിചാരിച്ചോ? നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചത്? അല്ലാഹു അറിയില്ല എന്ന് നിങ്ങൾ സ്വകാര്യമായി ചെയ്താലും പരസ്യമായി ചെയ്താലും നിങ്ങളുടെ കൈയും കാലും കണ്ണും ശരീരവും അല്ലാഹുവിന്റെ മുമ്പിൽ വന്ന് സാക്ഷി പറയാൻ പോകുന്നില്ലേ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. ഖുർആൻ പറഞ്ഞില്ലേ, വായക്ക് സീൽ വെച്ചിട്ട് ഇതൊക്കെ നിങ്ങളുടെ കൈകാലുകൾ വിളിച്ചു പറയും. തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ, തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു തആല തെറ്റ് ചെയ്യാത്തവരെ പോലെ ആക്കി തരുന്നതാണ്. നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ ഈ പേടി പേടിക്കണ്ട. അല്ലാഹു തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. സത്യവിശ്വാസികൾക്കിടയിൽ മോശപ്പെട്ടത് പരത്തുന്നവരെ ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ, സത്യവിശ്വാസികളിൽ മോശപ്പെട്ട ആശയങ്ങളോ മോശപ്പെട്ടതോ പരത്തിവിടുന്ന ആളുകൾ, അത് പരത്താൻ ഇഷ്ടപ്പെടുന്നവരെ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ, നാളെ പരലോകത്തും ഈ ലോകത്തും അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. വല്ലാഹു യഅലമു, അല്ലാഹുവിനറിയാം ആരാണ് ചെയ്യുന്നതെന്ന്. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാൻ സാധിക്കുകയില്ല. രഹസ്യവും പരസ്യവും അല്ലാഹു അറിയുന്നു എന്നതിന് ഇന്നത്തെ കാലഘട്ടത്തോട് യോജിച്ച് മനസ്സിലാക്കേണ്ട ഒരാശയം ഈ ആയത്തിലുണ്ട്. യൂസറെ എടുത്തിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്. ഫേക്ക് ഐഡി ഉണ്ടാക്കുക, വേറുള്ളൊരു പേര്, അയാളുടെ പൊരുത്തല്ലാതെ, അല്ലെങ്കിൽ ഒരാൾക്കും തിരിയാത്ത ഐഡി, ABCDEFG, ആരായത് നാട്ടുകാരനാന്ന് വരെ അറിയില്ല, അല്ലെങ്കിൽ കുറച്ച് റാൻഡം നമ്പേഴ്സ്, എന്നിട്ട് എന്തെങ്കിലും എഴുതിവിടുക, എന്തെങ്കിലും പറഞ്ഞുവിടുക, എന്തെങ്കിലും ഫിത്ന ഉണ്ടാക്കുക. അവർ വിചാരിക്കും ഇന്ന് പിടുത്തം കിട്ടൂല. വല്ലാഹു യഅലം, അല്ലാഹുവിനറിയാം ആരാണ് ഈ പരത്തുന്നത് എന്ന്. ആയത്തിന്റെ ആശയം എന്നതാ, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശ ഫില്ലദീന ആമനൂ, സത്യവിശ്വാസികൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കുന്നില്ലേ, ഇതൊക്കെ അല്ലാഹുവിനറിയാം കേട്ടോ, അല്ലാഹുവിനറിയാം. നമ്മുടെ സങ്കടത്തോടുകൂടെ പറയാം, നമ്മൾ ഈ അടുത്ത സമയത്ത് എന്തൊക്കെയോ അങ്ങനെയൊക്കെ നാട്ടിലെ വാഴ്ന്നു പറയുന്ന ഉസ്താദുമാരെ സംബന്ധിച്ചൊക്കെ ഒരുപാട് അനാവശ്യമായ കോൺട്രവേഴ്ഷ്യൽ ചർച്ചകൾ ഉണ്ടായില്ലേ. ആരൊക്കെ അത് തുടങ്ങി വെച്ചോ അവർക്ക് മലയോളം അതിന്റെ കുറ്റം അല്ലാഹു കൊടുക്കുന്ന. തൗബ ചെയ്ത് മടങ്ങിക്കോട്ടെ. ആരൊക്കെ അത് ഏറ്റുപിടിച്ച് പോസ്റ്റും അതിന് പോസ്റ്റുമായിട്ട് ചർവണം നടത്തി ദീനിനെ ദഅവത്ത് ചെയ്യുന്ന ആളുകൾ ഡിസ്കറേജ് ചെയ്യുന്ന അവസ്ഥയിൽ ഒരു മനുഷ്യന് വല്ല തെറ്റുണ്ടെങ്കിൽ അയാളോട് പോയി പറയല, അതെന്റെ മാർഗം. എനിക്കുമല്ല, ഞാൻ പറയുന്ന വല്ല കുഴപ്പമുണ്ടോ തെറ്റുണ്ടോ നിങ്ങൾ എന്നെ അറിയിക്കണം. എന്നെ പേഴ്സണലി നിങ്ങൾ പറഞ്ഞോ, എന്നെ നിങ്ങൾ അറിയിക്കണം. അത് നാട്ടുകാരുടെ മുമ്പ് വിളിച്ചു പറഞ്ഞാൽ ഞാനത് അറിയുന്നുണ്ടോ, എനിക്ക് തിരുത്താൻ പറ്റുമോ? അത് ഫളീഹത്തല്ലേ, ഒരാളെ നാണം കെടുത്തലല്ലേ, നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? പ്രത്യേകിച്ച് ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ ആരാണ് ഇവിടെ എല്ലാം തികഞ്ഞവര്? ആരാണ് ഈ പറയുന്നവര്?
ഇന്നല്ലദീന യുഹിബ്ബൂൻ, അങ്ങനെ എഴുതിവിടുകയും ആൾ ആരാണെന്ന് അറിയപ്പെടാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും റോങ് ഐഡിയകൾ ഉപയോഗിച്ച് ഐഡിയകാനാണ് ആരാ, എന്തിന്റെ പേരെന്ന് പോലും അറിയില്ല, നാട് പോലും അറിയില്ല. വല്ലാഹു യഅലം, അല്ലാഹുവിനറിയാം ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്. വഅൻതും ലാ തഅലമു, നിങ്ങൾക്ക് ഇത് പറഞ്ഞില്ല എന്ന് വരും. അല്ലാഹുവിന്റെ നാടും പേരും ഊരും അഡ്രസ്സും മുഴുവൻ റബ്ബിനറിയാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. അല്ലാഹു തആല പറയാം, രഹസ്യവും പരസ്യവും അല്ലാഹുവിന്റെ മുമ്പിൽ പരസ്യമാണ്. അതാണ് വ്യത്യാസം. നിങ്ങൾ എന്ത് സ്വകാര്യമായിട്ട് ഉള്ളിലൂടെ കളിക്കുന്നുണ്ടോ അതും, എന്ത് പരസ്യമായി നിങ്ങൾ ചെയ്യുന്നു, ഇത് രണ്ടും അല്ലാഹുവിനറിയാം. അതുകൊണ്ട് നബിയെ, അവരുടെ വിചാരണ ഞാൻ ഏറ്റെടുത്തിരിക്കാൻ, അങ്ങ് വിഷമിക്കരുത് കേട്ടോ നബിയെ, അങ്ങ് വിഷമിക്കരുത്. ഫലാ യഹ്സുൻക ഖൗലുഹും, അങ്ങ് അവരുടെ ശത്രുക്കളുടെ വാക്ക് കേട്ട് സങ്കടപ്പെടരുത് നബിയെ. നാം അറിയുന്നുണ്ട് നബിയെ. ഇൽമ് എന്ന് പറഞ്ഞാൽ തോന്നലല്ല. അൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഒരു വസ്തു എങ്ങനെയാണോ എന്താണോ നിജസ്ഥിതി, ഇത് അറിയലാണ് ഇൽമ്. നമുക്കറിയാം നബിയെ, മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, ഓപ്പൺ ആയിട്ടും സീക്രട്ട് ആയിട്ടും അവർ നിങ്ങൾക്കെതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം അറിയുന്നുണ്ട് നബി. അതുകൊണ്ട് ഹബീബെ, അങ്ങ് സങ്കടപ്പെടരുതേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലാ യഹ്സുൻക ഖൗലുഹും, ഇത് നബിക്ക് ആശ്വാസമാണ്. സൂറത്തു യാസീൻ ഹബീബിന്റെ പേര് വെച്ച യാസീനാണ്, ഹബീബിന്റെ പേര് വെച്ച സൂറയാണ്. നബി തങ്ങളുടെ ദഅവത്താണ് തുടങ്ങിയത്. ദഅവത്തിനെ സംബന്ധിച്ചാണ് ഈ സൂറത്തിന്റെ ആദ്യം പറയുന്നത്. സവാഉൻ അലൈഹിം അൻദർതും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ, നബിയെ, അവർക്ക് താക്കീത് കൊടുത്താലും ഇല്ലെങ്കിലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെ തുടങ്ങി വെച്ച സൂറത്ത് അവസാനിക്കാൻ വേണ്ടി പോവാൻ. ഫലാ യഹ്സുൻക ഖൗലുഹും, അങ്ങയുടെ ദഅവത്ത് കൊണ്ട് അവർക്ക് അങ്ങയോട് ദേഷ്യമോ വെറുപ്പോ ഉണ്ടായി അവരെന്ത് അങ്ങയെ സംബന്ധിച്ച് പറഞ്ഞാലും പൊന്നാര നബിയെ, അങ്ങ് സങ്കടപ്പെടരുത് കേട്ടോ നബിയെ, അങ്ങ് സങ്കടപ്പെടരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സംബന്ധിച്ച് വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്, നബിയെ, അങ്ങ് ക്ഷമിക്കുന്നത് അല്ലാഹു നൽകിയ മഹത്തായ ക്ഷമ കൊണ്ടാണ്, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂല. വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ക്ഷമിക്കാൻ അങ്ങയെ കൊണ്ട് കഴിയില്ലായിരുന്നു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ ഒരുപാട് ചീത്ത പറഞ്ഞ് നബിതങ്ങളെ കളിയാക്കിയിട്ട് മുഹമ്മദ് എന്ന പേര് മാറ്റിയിട്ട് മുസമ്മം എന്ന ഹബീബിനെ വിളിച്ചു. അവര് മുസമ്മം, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവരെന്നാണ്, പ്രൈസ് വഹി എന്നാണ്. അള്ളാഹുവിനാലും മനുഷ്യരാലും മലക്കുകളാലും ജിന്നുകളാലും സ്തുതിക്കപ്പെട്ടവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാക്കിനെ മാറ്റി എന്ത് പറഞ്ഞു? മുസമ്മം. മുസമ്മം എന്ന് പറഞ്ഞാൽ ഹ്യൂമിലിയേറ്റഡ്, നിസ്സാരമാക്കപ്പെട്ട ആൾ എന്നാണ്. നബി തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന് പറയാൻ നാവ് കൊണ്ട് അവർക്ക് അഹങ്കാരം സമ്മതിക്കാതെ നബിയെ മുസം എന്ന് വിളിച്ചു. മുസമ്മമൻ ആബൈന വദീനഹു ഖാലൈന, മുഹമ്മദ് നബിയുടെ ദീൻ ഞങ്ങൾ ഒഴിവാക്കി, അവരുടെ ആജ്ഞകളൊന്നും ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് അബൂ ലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന് പറഞ്ഞ പെണ്ണ് മുദ്രാവാക്യം വിളിച്ചു പോയപ്പോ പിന്നെ അവരും വിളിച്ചു മുസമ്മമൻ അബൈന. ഇത് കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് കേട്ടു, നബിയെയാണ് ഈ വിഷമിപ്പിക്കുന്നത്. നബി തങ്ങൾ സ്വഹാബത്തിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, അമാ തഅജബൂൻ, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ എന്റെ സ്വഹാബികളെ? ഖുറൈശികളുടെ ആക്ഷേപവും അവർ എന്നെ പറ്റി ചീത്ത പറയുന്നതും എന്നിലേക്ക് വരാതെ അള്ളാഹു തിരിച്ചു കൊണ്ടുവിടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്താന്ന് പറയുന്നത്? അവര് മുദമ്മം എന്ന പേരുള്ള ഏതോ ഒരാളെയാണ് അവർ കളിയാക്കുന്നത്. വഅന മുഹമ്മദു, ഞാൻ മുഹമ്മദാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെന്നല്ല, ഞാൻ മുഹമ്മദാണ്. അവര് മുദമ്മിനെയല്ലേ കളിയാക്കിയത്, എന്നെ അല്ലല്ലോ. അവരുടെ ആക്ഷേപം എനിക്ക് വരാതെ അള്ളാഹു ഡൈവേർട്ട് ചെയ്തത് നിങ്ങൾ കാണുന്നില്ലേ? അമാ തഅജബൂന, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? മുത്ത് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബിയെ, അങ്ങയുടെ സ്വഭാവം ഭയങ്കരമാണ്. നബിയെ, അങ്ങയുടെ സ്വഭാവം ഭയങ്കരമാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങേയറ്റത്തെ ഭയങ്കരമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ ക്ഷമയും അവിടുത്തെ സ്വഭാവവും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ ഈമാനും അവിടുത്തോടുള്ള ഹുബ്ബും അല്ലാഹു നമുക്ക് നൽകട്ടെ. അവിടുത്തെ ശഫാഅത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഓരോരുത്തർ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനുശേഷമുള്ള ആഴ്ചകൾ അല്ലാഹു തആല മനുഷ്യ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളുടെ ഒന്ന് രണ്ട്
ഇജാസുകൾ, അള്ളാഹുവിന്റെ അപാരമായ സൃഷ്ടിവൈഭവം പറഞ്ഞ് സൂറത്ത് അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.